വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കൂടാതെ നമ്മുടെ ആത്മീയ പിതാവ് തങ്കു ബ്രദറിൻ്റെ സ്നേഹവന്ദനത്തെയും അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ നമുക്ക് ഒന്നിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് സഹായിച്ചല്ലോ. ഓരോ പ്രാവശ്യത്തെ മീറ്റിങ്ങുകളും കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെയാണ് പോകുന്നത്. എന്തുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അല്ലാതെ ഈ പ്രാവശ്യം മറ്റൊരു രീതിയിൽ മീറ്റിംഗ് അറിഞ്ഞൂടാ, സ്തോത്രം. അതെല്ലാം കർത്താവാണ് തീരുമാനിക്കുന്നത്. തീരുമാനങ്ങൾ കർത്താവിൻ്റേതാ, പ്രവൃത്തി ചെയ്യുന്നത് കർത്താവാണ്, സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ഇന്നത്തെ ദൈവ വചന ചിന്തയിലേക്ക് നമുക്ക് പോകാം. ഇന്ന് മുമ്പ് വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് രാവിലെ ലഭിച്ച ഒരു ദൈവാലോചനയുണ്ട്. അത് വർഷിപ്പിനിടയിൽ ആരെങ്കിലും കേൾക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഞാനത് ഒരിക്കൽ കൂടെ പറയാം. കിട്ടിയപ്പോൾ ഞാനത് എഴുതി വെച്ചായിരുന്നു. ഏകാഗ്ര ചിത്തരായവരോട് എല്ലാത്തിനും യേശുവിനെ സന്തോഷിപ്പിക്കാൻ പറ്റുമെന്ന്. ക്രിസ്തുവിൽ ഏകാഗ്രചിത്തരാണോ നിങ്ങൾ, എങ്കിൽ നിങ്ങൾക്ക് സകലതിലും ക്രിസ്തുവിനെ സന്തോഷിപ്പിക്കാൻ പറ്റുമെന്ന്. മനസ്സിലായോ? ഇല്ല, ഞാൻ വിശദമായി പറഞ്ഞുതരാം. കർത്താവാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ രക്ഷിതാവ് എന്ന് പൂർണ്ണ അർത്ഥത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതെന്തും കർത്താവിനെ സന്തോഷിപ്പിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അത് കുറച്ചുകൂടി മനസ്സിലാകണമെങ്കിൽ കല്യാണം കഴിഞ്ഞ് എൻ്റെ ആഗ്രഹം ഭൂമിയിൽ ജീവനോടുള്ളിടത്തോളം കാലം സ്വന്തം ഭർത്താക്കന്മാർക്ക് സന്തോഷവും സമാധാനവും സ്നേഹവും ഒക്കെ കൊടുത്ത് തന്നെ മുമ്പോട്ട് ജീവിക്കണം നമ്മൾ. എന്നാൽ ആ വിവാഹം കഴിഞ്ഞ ആദ്യ സമയത്തൊക്കെ പേടിയും വിഷമവും, വീട് വിട്ടിട്ട് വന്നതിൻ്റെ വിഷമവും ഒക്കെ നമുക്ക് കാണും. എന്നാലും നമ്മുടെ ഉള്ളിൽ എൻ്റെ മണവാളനെ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനെ, എൻ്റെ കാന്തനെ എത്ര സന്തോഷിപ്പിച്ചാലും പോരാ, അല്ലേ? നമ്മൾ നന്നായിട്ട് ഒരുങ്ങും, നമ്മൾ പരമാവധി നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കും. ഒന്നും ഉണ്ടാക്കാൻ അറിയാൻ മേലെ പോലും അതൊക്കെ നമ്മളൊന്ന് പഠിച്ച് എൻ്റെ ഭർത്താവിന് ഏറ്റവും നല്ലതുണ്ടാക്കി കൊടുക്കണം എന്നൊരു ചിന്ത നമ്മളെ ഭരിക്കും. എന്തുകൊണ്ടാണ്? ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു, ഞാൻ അദ്ദേഹത്തിൽ കേന്ദ്രീകരിക്കപ്പെടുന്നു, അതുകൊണ്ടാണ്. അങ്ങനെ എങ്കിൽ കർത്താവിൽ ഏകാഗ്രചിത്തരാണ് നിങ്ങളെങ്കിൽ, നമ്മളെങ്കിൽ, ഞാനെങ്കിൽ എനിക്ക് കർത്താവിനെ കൂടുതൽ സന്തോഷിപ്പിക്കാൻ പറ്റും. ആമേൻ. അതിനായിട്ട് നമ്മളുടെ ജീവിതത്തിൽ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ സഭയ്ക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം ജൂലിയറ്റ് സിസ്റ്റർ വായിക്കും. അതിനിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും മതി. ഹല്ലേലൂയ. ലേഖനങ്ങൾ സഭയ്ക്ക് വേണ്ടിയാണ് എഴുതിയിരിക്കുന്നത്. ഒന്ന് പറഞ്ഞേ, ലേഖനങ്ങൾ എഴുതിയത് ആർക്ക് വേണ്ടിയാ? സഭയ്ക്ക് വേണ്ടി. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കിയെന്ന് പറഞ്ഞേ, ഈ നമ്മൾ വായിക്കുന്ന ലേഖനങ്ങളൊക്കെ സഭയ്ക്ക് വേണ്ടിയാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. സഭ എന്ന് വെച്ചാൽ എന്താ? സഭ എന്ന് വെച്ചാൽ എന്താ? രക്ഷിക്കപ്പെട്ട് ഒന്നിച്ച് കൂടി വരുന്നവരുടെ കൂട്ടമാണ് സഭ എന്ന് വെച്ചാൽ ഞാനാ സഭ. ഹല്ലേലൂയ. അപ്പോൾ ലേഖനങ്ങൾ ആർക്ക് വേണ്ടിയാണ് എഴുതിയത്? എനിക്ക് വേണ്ടി. ഒന്ന് പറഞ്ഞ്, ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാ. ഹല്ലേലൂയ. അതിൻ്റെ 1-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: അത് നിമിത്തം ഞാനും കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെക്കുറിച്ച് കേട്ടിട്ട്. ഹല്ലേലൂയ. ഇത് പൗലോസ് അപ്പോസ്തലൻ്റെ ഒരു പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ്റെ പ്രാർത്ഥനയാണ്. കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട്. സഭയ്ക്ക് വേണ്ടി അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിച്ചിരുന്നു. ഒന്ന് പറഞ്ഞേ, സഭയ്ക്ക് വേണ്ടി അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിച്ചിരുന്നു. ഹല്ലേലൂയ. എന്തുകൊണ്ട് പ്രാർത്ഥിച്ചു? സ്തോത്രം. ഹല്ലേലൂയ. അതിനിമിത്തം ഞാനും, ആര്? പൗലോസ് അപ്പോസ്തലൻ
ഹല്ലേലൂയ. അത് നിമിത്തം പൗലോസ് പ്രാർത്ഥിച്ചു. ഏത് നിമിത്തം? ഹല്ലേലൂയ, കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തെയും. ഹല്ലേലൂയ, എനിക്കും നിങ്ങൾക്കും കർത്താവിലുള്ള വിശ്വാസം കണ്ടിട്ട് അപ്പോസ്തലൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെക്കുറിച്ചും കേട്ടു. വിശ്വാസവും സകല വിശുദ്ധന്മാരോടുമുള്ള നമ്മുടെ സ്നേഹത്തെക്കുറിച്ച് കേട്ടിട്ട് പൗലോസ് അപ്പോസ്തലൻ എനിക്ക് നിങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തോലിക ദൗത്യം ഏറ്റെടുത്തവരാണ് നമ്മൾ ഓരോരുത്തരും, അല്ലേ? ഹല്ലേലൂയ. അതിലല്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ തിരുത്തണം. നമ്മളെല്ലാവരും അന്ത്യോക്യ സഭ, ഹല്ലേലൂയ, സഭ, നമ്മുടെ സഭ അപ്പോസ്തോലിക ദൗത്യം ഏറ്റെടുത്തവരാണ്. നമ്മളിൽ വിശ്വാസികളില്ല, നമ്മളെല്ലാവരും കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നവരാ. ഹല്ലേലൂയ, സ്തോത്രം. അത് നിമിത്തം ഞാനും എന്ന് പറയുന്ന പൗലോസ് അപ്പോസ്തലനും എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കാനുണ്ടായ കാരണം എൻ്റെയും നിങ്ങളുടെയും വിശ്വാസവും നമ്മളെ വഴി നടത്തിയ വിശുദ്ധന്മാരോട്, സകല ഇവിടെ വിശുദ്ധന്മാരുണ്ടോ? വിശുദ്ധകളുണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ കണ്ണു തുറന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ഞാനൊരു വിശുദ്ധയാണെന്ന് വിളിച്ചു പറയാനുള്ള ഒരു തൻ്റെ ഇടം നമുക്കുണ്ടായല്ലോ. അത് മറ്റൊരു സഭയിലുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ഹല്ലേലൂയ അതിനുള്ളൊരു പ്രാഗൽഭ്യം കർത്താവ് തന്നു. ഞാൻ ഈ ആവർത്തിച്ച് 1-2 വട്ടം ഈ വാക്യം വായിക്കുകയും പറയുകയും ചെയ്തത് എന്തിനാന്ന് വെച്ചാൽ, ഹല്ലേലൂയ, നമ്മുടെ സ്നേഹം വർദ്ധിച്ചു വരികയും വിശുദ്ധന്മാരോടുള്ള നമ്മുടെ കൂട്ടായ്മ വർദ്ധിച്ചു വരികയും വേണം. ഹല്ലേലൂയ. വിശുദ്ധന്മാർ തമ്മിൽ സംസാരിക്കുമ്പോൾ വിശുദ്ധമായതാ സംസാരിക്കുന്നത്, അല്ലേ? ഹല്ലേലൂയ. തോമസ് ഉറ്റ്വേർ പണ്ട് പറയും, ഈ ഡയബറ്റിക് പേഷ്യൻസ് തമ്മിൽ കണ്ടാൽ ചോദിക്കുന്ന ആദ്യത്തെ ഒരു ചോദ്യമുണ്ട്, ഇന്ന് ഫാസ്റ്റ് ഷുഗർ നോക്കിയായിരുന്നു, എത്രയുണ്ട്? അപ്പോൾ പറയും 110. അയ്യോ, എനിക്ക് 112 ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്താണോ നമ്മൾ കൊണ്ടു നടക്കുന്നത്, എന്താണോ നമ്മുടെ ഹൃദയത്തിലുള്ളത്, അതാണ് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിലും പകരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനല്ലേ? ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ വിശുദ്ധരാണ്. വിശുദ്ധയ്ക്ക് യോഗ്യമാവണ്ണം ഒരു ജീവിതം നയിക്കുവാൻ, പൂർണ്ണ അർത്ഥത്തിൽ നയിക്കുവാൻ കർത്താവ് ഈ പകൽക്കാലം നമ്മുടെ മേൽ കൃപ പകരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം, ഞാനിത് പ്രാരംഭത്തിൽ ഒരു വാക്യം വായിച്ചു എന്നേ ഉള്ളൂ, അത് മുൻപോട്ട് വരുമ്പോൾ മനസ്സിലാകും. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം, അതിൻ്റെ 4-5 വാക്യങ്ങൾ. പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്. ആമേൻ. മറ്റാർക്കും ജഡത്തിൽ ആശ്രയിക്കാം എന്ന് തോന്നിയാൽ എനിക്ക് അധികം. ആമേൻ. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. സ്തോത്രം. നമ്മൾ വർഷിപ്പിനിടയിലും പലപ്പോഴായിട്ട് നമ്മൾ സംസാരിച്ചപ്പോഴൊക്കെ പറയുകയുണ്ടായി, പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി, ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് ഞാൻ പറയുമ്പോൾ അതിനേക്കാൾ അതിനെല്ലാം മുകളിൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് നമ്മുടെ കർത്താവ് തന്നെയാണ്. അത് നമ്മൾ പറഞ്ഞായിരുന്നു. നമ്മുടെ ഹൃദയത്തിൽ അതൊന്ന് ഉറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും അക്കാര്യം തന്നെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പറയുക, എനിക്ക് ജഡത്തിൽ, പൗലോസ് അപ്പോസ്തലൻ പറയുക, ജഡത്തിൽ ആശ്രയിപ്പാൻ വകയുണ്ട്, മറ്റാരേക്കാളും അധികം എനിക്ക് ജഡത്തിൽ ആശ്രയിക്കാം. ഈ പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ്റെ പ്രാർത്ഥനയാണ് നമ്മൾ വായിച്ചത്. പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് പറയുമ്പോൾ വളരെ കാര്യങ്ങൾ പറയാനുണ്ട്. പൗലോസ് അപ്പോസ്തലൻ ഒരു കർക്കശക്കാരനായിരുന്നു. അപ്പോസ്തലനെ കുറിച്ച് പറയുമ്പം പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യും. ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് തന്നെ ചെയ്യണമെന്ന് നിർബന്ധമുണ്ട്. ചെയ്യേണ്ട കാര്യങ്ങൾക്കൊരു കർക്കശ സ്വഭാവമുണ്ട്. പൗലോസ് അപ്പോസ്തലൻ റോമൻ പൗരനായിരുന്നു. റോമൻ സാമ്രാജ്യം എന്ന് പറയുന്നത് സൂര്യൻ അസ്തമിക്കാത്ത പട്ടണം, അത് ഒത്തിരി ആഢ്യതയുള്ള ഒരു പട്ടണമായിരുന്നു. അപ്പോൾ അന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ റോമൻ പൗരത്വം അന്ന് പൈസ കൊടുത്താൽ വാങ്ങിക്കാൻ പറ്റും, സമ്പത്ത് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റും. ഇത്ര രൂപ കൊടുത്താൽ പൗരത്വം നമുക്ക് ലഭിക്കും. അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പൗരത്വം വില കൊടുത്ത് ആൾക്കാർ വാങ്ങിച്ചു കൊണ്ടിരുന്ന സമയത്ത് ആ പാരമ്പര്യത്തിൽ തന്നെ ജനിച്ചു വളർത്തപ്പെട്ട ആളാണ് പൗലോസ് അപ്പോസ്തലൻ. അദ്ദേഹം ധനാഢ്യനായിരുന്നു. ചരിത്രം പഠിക്കുമ്പോൾ പറയുന്നു അദ്ദേഹത്തിന് കപ്പലുകളുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്തല്ല, അന്നത്തെ കാലത്ത് അദ്ദേഹത്തിന് കപ്പലുകളുണ്ടായിരുന്നു. അദ്ദേഹം ന്യായപ്രമാണം 12 വർഷം ഗമാലിയൻ്റെ കീഴിലിരുന്ന് ന്യായപ്രമാണം പഠിച്ചവനാ. ഒന്ന് ഓർത്തു നോക്കിക്കുക അദ്ദേഹത്തിൻ്റെ മനസാന്നിധ്യം എന്നാണ്. 3 വർഷമായിരുന്ന ഡിഗ്രി കോഴ്സ് 4 വർഷമാക്കിയപ്പോൾ നമ്മുടെ പിള്ളേർക്ക് വെപ്രാളമാണ്, 1 വർഷം കൂടെ കൂടുതൽ പഠിക്കണം. ഇപ്പോൾ 12 വർഷം ഇദ്ദേഹം ഗമാലിയൻ്റെ കീഴിലിരുന്ന് ന്യായപ്രമാണം പഠിച്ചു. അദ്ദേഹം പരീക്ഷന്മാരുമായിട്ട് വാഗ്വാദം നടന്നപ്പോൾ അദ്ദേഹം ഉറച്ച സ്വരത്തിൽ പറയുക, എന്നോട് നിങ്ങളത് പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഞാനത് നിങ്ങളിൽ നിന്ന് ഒന്നും പഠിച്ചിട്ടില്ല,
ഞാൻ പഠിച്ചത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. ആ ഒരു ഉറപ്പ് എനിക്കുണ്ട്. ആ ഉറപ്പിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇതിനർത്ഥം ഈ പൗലോസ് അപ്പോസ്തലൻ എന്ന് പറയുന്ന ആൾക്ക് താൻ എന്തു പഠിച്ചുവെന്നും ഞാൻ പഠിച്ചതിൻ്റെ ആഴം എന്താണെന്നും എന്താണ് ഞാൻ പഠിച്ചതെന്നും ആരാണ് എന്നെ പഠിപ്പിച്ചതെന്നും അതിൻ്റെ തികവ് എന്താണെന്നും നല്ല ബോധ്യമുള്ള അപ്പോസ്തലനായിരുന്നു പൗലോസ് അപ്പോസ്തലൻ. ഹല്ലേലൂയ. ഈ പൗലോസ് അപ്പോസ്തലൻ എപ്പോഴും പറയുന്ന കാര്യങ്ങളിൽ ഉറപ്പുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ലായിരുന്നു. ഞാങ്ങണ പരുവത്തിൽ നിന്ന ആളല്ല പൗലോസ് അപ്പോസ്തലൻ. ഹല്ലേലൂയ. അതുപോലെ അദ്ദേഹത്തിൽ കണ്ട മറ്റൊരു സ്വഭാവം, ഞാൻ പഠിച്ച കാര്യങ്ങൾ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുമായിരുന്നു. സ്തോത്രം. ഞാൻ അദ്ദേഹത്തിൽ കണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സമമായി അദ്ദേഹം മറ്റുള്ളവരെ വളർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹം ആഗ്രഹിച്ചു. പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനെ തനിക്ക് സമനായി വളർത്തിക്കൊണ്ടുവന്നു. ഞാൻ കഴിഞ്ഞാൽ പ്രളയം എന്ന് വിശ്വസിച്ചിരുന്ന ആളല്ല അദ്ദേഹം. ഹല്ലേലൂയ. എനിക്ക് ശേഷവും ശക്തനായ സുവിശേഷകൻ, നിജപുത്രനായി തീരും പുത്രനെ പോലെ അദ്ദേഹം കണ്ടു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടെ വംശമോ വർഗമോ ഒന്നും അദ്ദേഹം മുഖവിലയ്ക്ക് എടുത്തില്ല. അദ്ദേഹം ചേർത്ത് നിർത്തി. ആ തിമോത്തിയോസിനെ എന്തുമാത്രം സ്നേഹിച്ചു, വളരെയധികം സ്നേഹിച്ച മനുഷ്യനാണ് പൗലോസ് അപ്പോസ്തലൻ. അതുകൊണ്ടാണല്ലോ സ്തോത്രം തൻ്റെ നിര്യാണകാലം എടുത്തപ്പോൾ ഞാൻ മുമ്പൊരിക്കൽ നിങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ആ സ്നേഹത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ നിര്യാണകാലം എടുത്തപ്പോൾ എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് പറയുകയും അദ്ദേഹം ശിരോചർമ്മവും മറ്റും എടുത്ത് ചർമ്മലിഖിതവും മറ്റും എടുത്ത് ഓടി ചെന്നപ്പോഴത്തേക്കും ഹല്ലേലൂയ വാതിൽ കാവൽക്കാരൻ പറഞ്ഞു, നീ ആരാന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ അപ്പനെ കാണാൻ വന്നതാന്ന് പറഞ്ഞു. സ്തോത്രം. നിജപുത്രനായ തിമോത്തിയോസ് എന്ന് എഴുതിയപ്പോൾ ഒരു അപ്പൻ്റെ സ്നേഹവും അദ്ദേഹം കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അപ്പനെ കാണാനാ വന്നേന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. ആ സ്നേഹത്തിൻ്റെ ആഴം നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് ഇറങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. അപ്രകാരം അതിനുശേഷം നമ്മൾ വായിക്കുമ്പോൾ ആ വചനഭാഗത്തെ നമ്മൾ വായിക്കുമ്പോൾ നീ അല്പം താമസിച്ചു പോയി, നിന്നെക്കുറിച്ച് നിൻ്റെ അപ്പൻ പ്രാർത്ഥിക്കുമായിരുന്നു, പൗലോസ് പ്രാർത്ഥിക്കുമായിരുന്നു, അവൻ്റെ പ്രാർത്ഥനകളിൽ നിന്നെക്കുറിച്ച് പ്രാർത്ഥിക്കും, നിൻ്റെ പേര് ഞങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് എന്ന് ഹല്ലേലൂയ വാതിൽ കാവൽക്കാരൻ പറയുകയും അവൻ തിമോത്തിയോസിൻ്റെ ദുഃഖം പൂർണ്ണ അർത്ഥത്തിൽ നമ്മൾ ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകുകയും ചെയ്യും. ഞാൻ ഇത് പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ ഹല്ലേലൂയ സമമായി സ്തോത്രം തുല്യമായി താൻ വളർന്നതിനൊപ്പം നിൽക്കത്തക്ക രൂപത്തിൽ സ്തോത്രം മറ്റുള്ളവരെയും വളർത്തിക്കൊണ്ടുവരുവാൻ ശേഷിയുള്ളവനായിരുന്നു പൗലോസ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഹല്ലേലൂയ, നമ്മളെന്താ സ്തോത്രം, ഞാൻ എന്നോട് തന്നെ ചോദിക്കാം. ഞാൻ ഇന്ന് മൈക്കുമെടുത്ത് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് നിങ്ങളെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ എൻ്റെ നേതൃത്വത്തിന് ബുദ്ധിമുട്ടാണ്. സ്തോത്രം ഹല്ലേലൂയ. ഞാൻ എന്ന വ്യക്തി സ്തോത്രം ഹല്ലേലൂയ അത് ഒരു പൂർണ്ണമായ വളർച്ചയാകത്തില്ല. സ്തോത്രം ഹല്ലേലൂയ. ഒരു ലീഡർഷിപ്പിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് സ്തോത്രം ഹല്ലേലൂയ ലീഡർ നിന്ന് കാര്യങ്ങൾ ചെയ്യുക മാത്രമല്ല, എല്ലാവരെയും കൂടെ നിർത്തി പഠിപ്പിച്ചെടുക്കാനാണ്. ഹല്ലേലൂയ. ഇന്നിവിടെ മനോഹരമായി വർഷിപ്പെട്ടിയും നിന്നു. ഹല്ലേലൂയ. അവർ പാടി. ഞാനൊന്ന് ചോദിക്കട്ടെ എൻ്റെ പ്രിയ സഹോദരിമാരോട്, ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് രാവിലെ എണീക്കുകയും നേരം വെളുത്ത് നേരത്തെ വരികയും ഞായറാഴ്ച വൈകുന്നേരം ഇവിടെ പ്രാക്ടീസ് ചെയ്യുകയും ഒക്കെ ചെയ്തപ്പോൾ കഷ്ടപ്പെട്ടു, ഒക്കെ ശരിയാ. പക്ഷെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു അവസരം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന്? ഹല്ലേലൂയ. ഞാൻ ചോദിച്ചത് സ്തോത്രം ഇന്ന് ഇവിടെ നിന്ന കൊയറിനോടാ. ഹല്ലേലൂയ. സ്തോത്രം. ആവും വിധമെല്ലാം നമുക്ക് മറ്റുള്ളവരെയും കൂടെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ? അതോ എൻ്റെ വാക്കുകളും എൻ്റെ വാക്കുകളും എൻ്റെ പ്രവൃത്തിയും എൻ്റെ ചെയ്തികളും മറ്റുള്ളവരെ താഴേക്ക് കൊണ്ടുപോകുന്ന പോലാണോ? സ്തോത്രം. അങ്ങനെയാണെങ്കിൽ സ്തോത്രം അങ്ങനെയുള്ളവരെ നോക്കി അല്ല പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിച്ചത്. ഹല്ലേലൂയ. സ്നേഹവും വിശുദ്ധന്മാരോടുള്ള സ്നേഹവും സ്തോത്രം വിശ്വാസവും കാത്തു സൂക്ഷിച്ചവർക്ക് വേണ്ടിയാണ് പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിച്ചത്. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയുടെ രീതികൾ മാറട്ടെ. ഹല്ലേലൂയ. പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ വചനത്തിനായി സ്തോത്രം, അല്ലെങ്കിൽ കേൾക്കുന്നത് നമ്മുടെ ഹൃദയത്തിലൊന്ന് ആഴത്തിൽ ഇറങ്ങത്തക്ക രൂപത്തിൽ സ്തോത്രം ഒരു മാനസാന്തരം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് സൗര്യമാരുടെ മീറ്റിംഗ് ആണല്ലോ. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയാറുണ്ട് സ്തോത്രം, നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ സ്നേഹിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ മക്കൾ നിങ്ങളെ നന്നായി സ്നേഹിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ പറയുന്നതൊക്കെ അനുസരിക്കണം, നിങ്ങളുടെ മക്കൾ നന്നായി പഠിക്കണം, നിങ്ങളുടെ മക്കൾക്ക് നല്ല ജോലി കിട്ടണം, അങ്ങനെയൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്? ആഗ്രഹിക്കുന്നവരൊന്ന് കരമുയർത്തിക്കേ.
ഹല്ലേലൂയ. എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ മക്കളൊക്കെ ഞാൻ പ്രസവിച്ചു, വളർത്തി, എടുത്ത്, നടന്ന്, പഠിപ്പിച്ച്, ഹല്ലേലൂയ, സ്തോത്രം, എൻ്റെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗം സമയവും അവർക്ക് വേണ്ടി കൊടുത്ത് വളർത്തിക്കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങൾ എന്നെ ബഹുമാനിക്കുകയും ആദരിക്കുകയൊക്കെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോട് എനിക്കൊരു വാക്ക് പറയാനുണ്ട്. ദൈവം തന്ന ജീവിത പങ്കാളിയെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്താൽ, സ്തോത്രം, നിങ്ങളുടെ തലമുറ നിങ്ങളെ മാനിക്കും. അപ്പോൾ തന്നെ ഞാൻ പറയട്ടെ, സ്തോത്രം, എനിക്കറിയാവുന്നവരുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. സഹിക്കാവുന്നതിൻ്റെ പരമാവധി സഹിച്ചു, ക്ഷമിക്കാവുന്നതിൻ്റെ പരമാവധി ക്ഷമിച്ചു, ഒരു ഗത്യന്തരവും ഇല്ല, എന്നിട്ടും നിൽക്കുകയാ. സ്തോത്രം. നിൻ്റെ പ്രവൃത്തിയുടെ ഫലം കർത്താവ് നിനക്ക് തരും. ഭാരപ്പെടരുത്. സ്തോത്രം. ദൈവവചനത്തിനായി നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കണം. ഞാൻ മടങ്ങി വരട്ടെ. നമ്മൾ പൗലോസ് അപ്പോസ്തലനെ കുറിച്ചാണല്ലോ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. താൻ അറിഞ്ഞ സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ ശേഷിയുണ്ടായിരുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, ഹല്ലേലൂയ, കർത്താവിനെ കണ്ട ആദ്യ നാളുകളിലെ സ്നേഹവും ആദ്യ നാളുകളിലെ ആ ഉറപ്പും ഇന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? ഇല്ലെങ്കിൽ ആരും കൈവക്കണ്ട. സ്തോത്രം. ഇല്ലെങ്കിൽ ഒന്ന് മടങ്ങി വരണം. ഞാൻ അനുഭവിച്ചത്, ഞാൻ കടന്നു പോന്നത്, ഞാൻ നടന്ന വഴി, ആ വഴിത്താരെ എനിക്കേ അറിയത്തുള്ളൂ, നിങ്ങൾക്കറിയില്ല. ഹല്ലേലൂയ. നിങ്ങൾ നടന്നത് എനിക്കും അറിയില്ല. എന്നാൽ സ്തോത്രം, ഇതെല്ലാം അറിഞ്ഞൊരു കർത്താവുണ്ട്. ഹല്ലേലൂയ. അവൻ നടത്തിയ വഴികളെ വിട്ടുപോകരുത്. ഹല്ലേലൂയ. സ്തോത്രം. അവനോടുള്ള സ്നേഹത്തിൽ തന്നെ നിൽക്കാം. പൗലോസ് അപ്പോസ്തലൻ, ഹല്ലേലൂയ, ആ നിന്നവരെ ഓർത്താ പ്രാർത്ഥിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി, സ്തോത്രം, ചന്തസ്ഥലത്ത് തൻ്റെ തല വെച്ച് കൊടുക്കുമ്പോൾ, ഹല്ലേലൂയ, കൊല ചെയ്യപ്പെടാൻ വേണ്ടി, സ്തോത്രം, ചന്തസ്ഥലത്ത് പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ശിരസ് കാണിച്ചു കൊടുക്കുമ്പോൾ, സ്തോത്രം, അവൻ്റെ തല ഉയർന്നു തന്നെ നിന്ന് കാണണം. സ്തോത്രം. തൻ്റെ യാത്ര എങ്ങോടാ? തൻ്റെ ഉടയവൻ്റെ അടുത്തോട്ടുള്ള ഒരു യാത്രയ്ക്ക് അന്നും ആ തൻ്റെ ഇടം കാണിച്ച് തന്നെ അദ്ദേഹം നിന്നിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുക. സ്തോത്രം. ആ പൗലോസ് അപ്പോസ്തലനാണ്, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ലേഖനത്തിൽ, എഫേസ്യ ലേഖനത്തിൽ നമ്മളോട് പറഞ്ഞത്, ഹല്ലേലൂയ, ഞാൻ കർത്താവായ യേശുവിൻ്റെ വിശ്വാസത്തെയും, ഹല്ലേലൂയ, സകല വിശുദ്ധന്മാരോടുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ പരിചയപ്പെടുത്തിയ രീതിയിൽ ജീവിച്ചു വന്ന പൗലോസ് അപ്പോസ്തലൻ, ഹല്ലേലൂയ, സ്തോത്രം, അവൻ തൻ്റെ ജീവിതത്തെ, ആ വ്യക്തിത്വം, തൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയത് ഇപ്രകാരമായിരുന്നു. അങ്ങനെയെങ്കിൽ, സ്തോത്രം, ഹല്ലേലൂയ, നമുക്കും നമ്മുടെ ജീവിതത്തെ അപ്രകാരം ഒന്ന് ക്രമപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഒരുവൻ നിങ്ങളെ അറിഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അമ്മ തൻ്റെ കുഞ്ഞിനെ നന്നായിട്ട് അറിയാം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാവയ്ക്കാത്തോരൻ ഉണ്ടാക്കി വെച്ചാൽ എൻ്റെ കൊച്ചു കഴിക്കുകയാണെന്ന് അറിഞ്ഞാൽ അമ്മ പാവയ്ക്കാത്തോരൻ തന്നെ ഉണ്ടാക്കുമോ? ഇല്ല. സ്തോത്രം. അവനുള്ളതും കൂടെ ഉണ്ടാക്കും. ഹല്ലേലൂയ. പിന്നെ പാവയ്ക്കാത്തോരൻ കൂട്ടാൻ ഇഷ്ടമുള്ള വല്ലവരും വീട്ടിലുണ്ടെങ്കിൽ കൊച്ചിനുള്ളത് ആദ്യം ഒന്ന് ഉണ്ടാക്കി മാറ്റി വെച്ചിട്ട് സമയം ഉണ്ടെങ്കിൽ, സാധനം ഉണ്ടെങ്കിൽ നമ്മൾ പാവയ്ക്കാത്തോരൻ വെക്കും. ഹല്ലേലൂയ. അതാ നമ്മുടെ ജീവിത ശൈലി, അല്ലേ? അതല്ലേ നമ്മൾ ചെയ്യാറുള്ളത്. അങ്ങനെയാണെങ്കിൽ, സ്തോത്രം, ഹല്ലേലൂയ, നമ്മളെ നന്നായി അറിഞ്ഞിട്ട് ഒരുവൻ നമുക്കിഷ്ടമുള്ളത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല കർത്താവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി ഉണ്ട് എന്ന് ഈ പകൽക്കാലം നിങ്ങളുടെ ഹൃദയത്തിനകത്തോട്ടൊന്ന് എഴുതി വെച്ചേ. ഹല്ലേലൂയ. ആ എഴുതി വെച്ചത് ആര് കുലുക്കിയാലും, ആര് മായ്ച്ചു കളഞ്ഞാലും മാഞ്ഞു പോകാത്തവണ്ണം ആഴത്തിൽ അത് അവിടെ ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, സകല വിശുദ്ധന്മാരോടുമുള്ള വിശ്വാസം നിലനിർത്തി നമുക്ക് മുൻപോട്ട് പോകാം. ഹല്ലേലൂയ, സ്തോത്രം. എന്താണ് എൻ്റെ പ്രാർത്ഥന? ഞാൻ എന്താ പ്രാർത്ഥിക്കുന്നത്? പൗലോസ് അപ്പോസ്തലൻ്റെ പ്രാർത്ഥന നമ്മൾ കണ്ടു. എൻ്റെ പ്രാർത്ഥന എന്താ? ആരും ഒന്നും പറയണ്ട, കൈ ഉയർത്തുമൊന്നും വേണ്ട. വ്യക്തിപരമായെന്ന് ചോദിച്ചേ, ഇന്നലെ എന്താ പ്രാർത്ഥിച്ചത്? മിനിഞ്ഞാന്ന് എന്താ പ്രാർത്ഥിച്ചത്? ഇന്ന് നേരം പുലർന്നപ്പോൾ എന്താ പ്രാർത്ഥിച്ചത്? ഞാനും എൻ്റെ കുടുംബവും മാത്രമാണോ? ഹല്ലേലൂയ. എൻ്റെ പ്രാർത്ഥനയ്ക്കകത്ത് വന്നത് ഞാനും എൻ്റെ കുടുംബവും മാത്രമാണോ? ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയുടെ പാറ്റേൺ ഒന്ന് മാറട്ടെ. സ്തോത്രം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഒരു പ്രാർത്ഥനാ വിഷയം വന്ന ഹൃദയത്തിൽ നിന്നാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിന് ചില മാറ്റങ്ങൾ ആവശ്യമാണ്. ഹല്ലേലൂയ. ഒന്ന് നമ്മൾ ഫ്രീ ആയിരിക്കണം. ഹല്ലേലൂയ. ഭയങ്കരമായിട്ട് ഇടുങ്ങിയിരിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും എനിക്ക് സ്നേഹിക്കാൻ പറ്റാത്ത, അതല്ലെങ്കിൽ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇല്ല. സ്തോത്രം. ഞാനൊന്ന് ഫ്രീ ആയിരിക്കണം. ഞാൻ കർത്താവിന് എന്നവണ്ണം നിൽക്കണം. ഹല്ലേലൂയ. ഭൂമിയിലെ ചിലത് ചപ്പും ചവറുമെന്ന് എണ്ണി തന്നെ മുൻപോട്ട് പോയാലേ എനിക്ക് ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരിമാരുടെ ഹൃദയത്തിൽ എന്തെങ്കിലും മുറിവുകൾ ശേഷിക്കുന്നെങ്കിൽ ഈ പകൽക്കാലം, ഹല്ലേലൂയ, ആ മുറിവുകൾ ഉണങ്ങി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. നാം മറ്റുള്ളവരോട് അലിവ് തോന്നണം.
പ്രാർത്ഥിക്കണം. നമുക്ക് ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കണമെങ്കിൽ നമുക്ക് ഹൃദയത്തിൽ ഒരു അലിവ് തോന്നണം. എന്നോട് അന്ന് അങ്ങനെ ചെയ്തതല്ലേ, പിന്നെ ഞാൻ എന്തിനാ ഇനി അങ്ങനെ പ്രാർത്ഥിക്കുന്നേ? നോ. സ്തോത്രം. ഹല്ലേലൂയ. ഒരിക്കലും സ്തോത്രം ഒരു ശുശ്രൂഷ കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഒരാൾ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഞാനന്ന് കേട്ടതാ എൻ്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടതാ. സിസ്റ്റർ ക്ഷമിക്കണം കേട്ടോ എന്ന് ശുശ്രൂഷ കഴിഞ്ഞ് ഇറങ്ങിയ ദൈവദാസൻ പറഞ്ഞപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഞാൻ ക്ഷമിക്കില്ല പാസ്റ്ററേ, ഞാൻ എങ്ങനെ ക്ഷമിക്കാൻ? ആ നല്ല വേനലിൻ്റെ സമയത്ത് ഞാൻ അവൻ്റെ കിണറ്റിൽ നിന്ന് ഒരു കുടം വെള്ളം കോരിയിട്ട് അവൻ ആ കുടവും തന്നില്ല, ആ വെള്ളവും തന്നില്ല. ഹല്ലേലൂയ. ഇനി ഞാൻ അവനോട് ക്ഷമിക്കണോ? ക്ഷമിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. പറ്റുമെങ്കിൽ എൻ്റെ അഭിപ്രായം, ഞാൻ പഠിച്ചത് വെച്ച്, ഞാൻ ചിന്തിക്കുന്നത് വെച്ച് ഒരു കുടം വെള്ളം കോരി അവരുടെ വീട്ടിൽ അടുക്കളയെ കൊണ്ട് വെച്ചു കൊടുക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഒരു ചവിട തടിച്ചപ്പോൾ മറു ചവിട് കാണിച്ചു തന്ന പാരമ്പര്യമുള്ളവരാ നമ്മൾ. ഹല്ലേലൂയ. സ്തോത്രം. യേശു പിടിക്കപ്പെട്ടപ്പോൾ ചെവി അറുത്തു മാറ്റിയപ്പോൾ അവനോടുള്ള സ്നേഹത്തിൻ്റെ ആഴത്തിലാ സ്തോത്രം അത് ചെയ്തത്. എന്നാൽ സ്തോത്രം ഹല്ലേലൂയ തിന്മ ചെയ്തവനെ ശാസിച്ചിട്ട് ആ ചെവി എടുത്ത് സ്തോത്രം ഹല്ലേലൂയ സൗഖ്യം കൊടുത്തിട്ടാ യേശു മുമ്പോട്ട് പോയത്. ആ ഒരു പാരമ്പര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വർദ്ധിച്ചു വരട്ടെ. നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് സ്നേഹം പുറപ്പെടട്ടെ. നമുക്ക് പലതും സഹോദരിമാരെ, നമുക്ക് പലതും അഭിനയിക്കാൻ പറ്റും. എന്നാൽ സ്തോത്രം മനുഷ്യൻ പുറമേ ഉള്ളത് കാണുമ്പോൾ കർത്താവ് ഹൃദയങ്ങളെ കാണുന്നവനാ. നമുക്ക് സ്തോത്രം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ സ്തോത്രം മാറ്റം വരുത്താം. കഴിഞ്ഞ ദിവസം ബിനു ബ്രദർ ശുശ്രൂഷിച്ചപ്പം ഇങ്ങനെ പറഞ്ഞു, സ്നേഹിക്കുന്നവരെ വിശ്വസിക്കുന്നു, അവരെ നമുക്ക് പിന്നെ അവിശ്വാസം ഇല്ല. അവരെന്ത് പറഞ്ഞാലും നമ്മൾ ചെയ്യും. ശരിയല്ലേ? ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഹല്ലേലൂയ. ഞാൻ സ്നേഹിക്കുന്നവരെ എനിക്ക് വിശ്വാസമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ലത സിസ്റ്റർ ഇപ്പം എന്നോട് പറയുക, എന്നോട് സ്നേഹമാണ്. സ്തോത്രം. ലത സിസ്റ്റർ എന്നോട് എന്ത് പറഞ്ഞാലും ഞാൻ അതങ്ങ് വിശ്വസിക്കും. അത് എന്തുകൊണ്ട്? എനിക്കൊരു അവിശ്വാസമില്ല. അത് പറഞ്ഞത് ലത സിസ്റ്ററാണ്, അതുകൊണ്ട് എനിക്ക് വിശ്വസിക്കാം. ജൂലിയറ്റ് സിസ്റ്റർ എന്നോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും. കാരണം എന്താ? എന്നോട് പറഞ്ഞത് ജൂലിയറ്റ് സിസ്റ്ററാണ്. അതിനകത്ത് കപടമില്ല. എനിക്ക് വിശ്വസിക്കാം. ഹല്ലേലൂയ. അവരെന്തു പറഞ്ഞാലും ഞാനങ്ങ് വിശ്വസിക്കും. ഹല്ലേലൂയ. അത് എന്തു പറഞ്ഞാലും ഞാൻ ചെയ്യുകയും ചെയ്യും. എന്തുകൊണ്ടാ? വിശ്വസിക്കുന്നവരെന്തു പറഞ്ഞാലും ചെയ്യും. കർത്താവിനെ വിശ്വാസമാണോ? കർത്താവ് പറഞ്ഞത് ചെയ്യുമോ? ചെയ്യണം. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് ഹൃദയത്തിലേക്കൊന്ന് ഇറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടാ. നമ്മൾക്ക് ആരാധനയുടെ കുറവില്ല, ദൈവവചന കേൾവിയുടെ കുറവുമില്ല. മറ്റാർക്കും കിട്ടാത്തതുപോലെ നമുക്ക് എന്നാ പറയുന്നത്, 3 നേരം എന്ന് പറഞ്ഞ പോലെ നമുക്ക് മെസ്സേജുകളുണ്ട്. നമുക്ക് അണ്ടർ ദ വിങ്സ് ഉണ്ട്. രാവിലെ 8:30 നമുക്ക് മീറ്റിംഗ് ഉണ്ട്. എറൈസ ഷൈൻ ഉണ്ട്, അണ്ടർ ദ വിങ്സ് ഉണ്ട്. അതിന് ശേഷം നമുക്ക് ഇന്നർ ചേംബർ ഉണ്ട്. അതുകൂടാതെ പല മീറ്റിങ്ങുകളും ഉണ്ട്. എപ്പോഴെങ്കിലും ഒരവസരം വീണ് കിട്ടിയാൽ നമ്മൾ ഇതുപോലെ കൂടുകയും ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടൊന്നും അല്ല. സ്തോത്രം. എന്നാലും നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹത്തിൽ നമ്മൾ കൂടുക. സ്തോത്രം. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, നമ്മൾ ഇതൊന്നും കേൾക്കാത്തവരല്ല. ഈ കേൾക്കുന്നത് ദുഷ്ടൻ കൊത്തിപ്പറക്കാതിരിക്കേണ്ടതിന് നമ്മുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എനിക്ക് നല്ല ശബ്ദത്തിൽ അല്ലെങ്കിൽ ഒരു ഡെലിവറൻസ് ഒക്കെ നടന്ന് അങ്ങനെ വേണമെങ്കിൽ ഇപ്പോൾ അത് ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ സ്തോത്രം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അത് ആഴത്തിലൊന്ന് ഇറങ്ങട്ടെ. ഈ പറയുന്ന എൻ്റെ ഹൃദയത്തിലേക്ക് അത് ആഴത്തിലൊന്ന് ഇറങ്ങട്ടെ. ഹല്ലേലൂയ. ആരും പൂർണ്ണരല്ല. ഹല്ലേലൂയ. ദിനം പ്രതി നാം പൂർണ്ണതയിലേക്ക് നടക്കുന്നവരാ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ വീണ്ടും ചോദിക്കട്ടെ, എന്താ നമ്മുടെ പ്രാർത്ഥന? നമ്മുടെ പ്രാർത്ഥനയിൽ സ്തോത്രം ഹല്ലേലൂയ ഉൾപ്പെടേണ്ടവ ഉൾപ്പെടുന്നുണ്ടോ? അയൽഭവനം വരുന്നുണ്ടോ? സ്കൂൾ തുറന്നിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ അഡ്മിഷനൊക്കെ കിട്ടാതിരിക്കുന്ന ഒത്തിരി പിള്ളേരുണ്ട്. സ്തോത്രം. അവർക്കൊക്കെ അഡ്മിഷൻ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ? ജപ്തിയുടെ വക്കിൽ നിൽക്കുന്നവരുണ്ട്. അയൽവക്കത്തെ വീട്ടിലെ പല കാര്യങ്ങളും എനിക്കറിയാം, എന്നാലും അവരിങ്ങോട്ടൊന്ന് വരട്ടെ, വന്നൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത്. ഞാൻ ഇന്നാൾ നല്ലൊരു സാരി ഉടുത്തോണ്ട് പോയപ്പോൾ അത് മോശമാണെന്നും പറഞ്ഞ് അവൾ ചിരിക്കുന്ന ഞാൻ കണ്ടായിരുന്നു. ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലെന്നും പറഞ്ഞാണോ നമ്മൾ ഇരിക്കുന്നത്? ഹല്ലേലൂയ. സ്തോത്രം. അതല്ലെങ്കിൽ സ്തോത്രം അന്ന് പോയപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ അവളൊന്ന് തിരിഞ്ഞു നിന്നായിരുന്നു. എന്നെ കണ്ടോണ്ട് തിരിഞ്ഞു നിന്നതെന്ന് എനിക്ക് നല്ലോണം മനസ്സിലായി. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നില്ലെന്നാണോ? അല്ല. സ്തോത്രം. അത് ജഡത്തിൽ നിൽക്കുന്നവർക്കേ പറ്റത്തുള്ളൂ. ഒന്ന് പറഞ്ഞേ, ഞാനും നിങ്ങളും ആത്മാവിനാൽ വീണ്ടെടുക്കപ്പെട്ടവരാ ഞാനും നിങ്ങളും. എനിക്ക് നിങ്ങൾക്കും അനാവശ്യമായത് ചിന്തിക്കാനും പറയുവാനും സ്തോത്രം ഹല്ലേലൂയ യാതൊരു നിർവാഹമില്ല. എനിക്ക് ആ പദം ഉപയോഗിക്കാനാണ് ഇഷ്ടം. ഹല്ലേലൂയ. നമുക്ക് നിർവാഹമില്ല. ഹല്ലേലൂയ.
അതിനൊരു നമ്മളെ ഉപദ്രവിച്ചവരായിക്കോട്ടെ, നമ്മൾ അവരോട് ക്ഷമിക്കണം. ഈ പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, ഈ പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതത്തിൻ്റെ പ്രധാന ഭാഗം, ജീവിതത്തിൻ്റെ ഒരുപാട് കാലം കാരാഗ്രഹ ലേഖനങ്ങൾ തന്നെയാണ്. സ്തോത്രം, ഹല്ലേലൂയ. കാരാഗ്രഹത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ പങ്ക്. അവിടെ വെച്ച് സ്തോത്രം ഒനേസിമോസിനെ കണ്ടുമുട്ടി സംസാരിച്ചൊക്കെ വന്നപ്പം എന്താ, ഫിലമോൻ്റെ വീട്ടിലെ വേലക്കാരനായിരുന്നു, അല്ലെങ്കിൽ അവിടുത്തെ പണിക്കാരനായിരുന്നു. അവിടെ വെച്ച് ചില കാര്യങ്ങളുണ്ടായി. അതിൻ്റെ ഭാഗമായി കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. എന്നിട്ട് ഈ പൗലോസ് അപ്പോസ്തലൻ പറയുക, എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചു സൗരിമാരെ. അതിനകത്ത് ഇങ്ങനെ പറയുക, സ്തോത്രം, നിന്നെ ഫിലമോനോട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, നിന്നെ വേദനിപ്പിച്ചു, ഒനേസിമോസ് നിന്നെ വേദനിപ്പിച്ചു, അത് ശരി തന്നെയാണ്, എനിക്കും അത് മനസ്സിലായി. എന്നാലും പാവമല്ലേ, വിട്ടുകള. നിനക്ക് അവനായിട്ടുണ്ടാക്കി വെച്ച ആ ബാധ്യത, അല്ലെങ്കിൽ അവനായിട്ട് നിനക്ക് ഉണ്ടാക്കി വെച്ചത് എന്തെങ്കിലും നഷ്ടം ഉണ്ടെങ്കിൽ ഞാനത് നിനക്ക് തരാം. അപ്പോസ്തലൻ പറയുക, കർക്കശക്കാരന് മുമ്പേ പറഞ്ഞു നമ്മൾ. അവൻ്റെ കർക്കശം എന്തായിരുന്നു? ഹല്ലേലൂയ. അവൻ എടുത്തിയാട്ടക്കാരനായിരുന്നു എന്ന് പറഞ്ഞു. എന്നാലും അവൻ്റെ അകത്ത് സ്നേഹത്തിൻ്റെ വിത്താഴത്തിലുണ്ടായിരുന്നു. ഹല്ലേലൂയ. എൻ്റെ നിങ്ങളുടെ ഹൃദയത്തിൽ ആ വിത്തുണ്ടോ? ഹല്ലേലൂയ. ആ വിത്തിടണം. ആ വിത്തുണ്ട്. ആ വിത്തുള്ള കൊണ്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ആ വിത്തിനെ വളരാൻ അനുവദിക്കണം. ആ വിത്തിന് ആവശ്യമുള്ള വെള്ളം കൊടുക്കണം, ആവശ്യമുള്ള വളം കൊടുക്കണം. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നന്മയുടെ വിത്ത് മുളയ്ക്കട്ടെ. ഹല്ലേലൂയ. ഒനേസിമോസിനെ ഇനി ഉപദ്രവിക്കരുത്, അവനെ വിട്, അവൻ പൊക്കോട്ടെ, അവൻ വരുത്തിയ നഷ്ടം ഞാൻ തീർത്ത് തരാം, അവനോട് ക്ഷമിക്ക് എന്ന് പറയുന്ന ഒരു ഹൃദയം പൗലോസിനുണ്ടായിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം എന്താന്ന് സ്വയം ചിന്തിച്ചാൽ മതി. ഹല്ലേലൂയ. ഇന്നെനിക്ക് മുഴുവനും അത് തന്നെ പറയാനുള്ളൂ. ഹല്ലേലൂയ. ഞാൻ എന്താണെന്ന് ഞാനൊന്ന് ചിന്തിച്ചാൽ മതി. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നമ്മൾ എന്താണെന്നൊന്ന് സ്വയം ചിന്തിച്ചാൽ മതി. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം, ഹല്ലേലൂയ, പൗലോസിൻ്റെ പ്രാർത്ഥനകളെല്ലാം വളരെ ഗംഭീരമായ പ്രാർത്ഥനകളാണ് പൗലോസ് അപ്പോസ്തലൻ്റെ പ്രാർത്ഥനകളെല്ലാം. എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 19 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ, സ്തോത്രം, 14 മുതൽ 19 വരെയുള്ള വാക്യം സമയം വായിച്ചു. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണം എന്നും, നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാവുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ആമേൻ. സ്തോത്രം. അതിനകത്ത് എഴുതിയിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ വചനഭാഗം വീണ്ടും വായിക്കുന്നില്ല. 14-ാമത്തെ വാക്യം വായിക്കുമ്പം അതിലിങ്ങനെയാ, സ്വർഗം അതിനിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കുന്നു. നിനക്ക് സമ്പത്തുണ്ടായിരിക്കാം, സ്തോത്രം, മക്കളുടെ വിദ്യാഭ്യാസം നല്ലതായിരിക്കാം, നല്ല ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ ഉണ്ടായിരിക്കാം, നല്ല വണ്ടികൾ ഉണ്ടായിരിക്കാം, നല്ല വീടുണ്ടായിരിക്കാം, എല്ലാം ഉണ്ടായിരിക്കാം. എന്നാൽ അതെല്ലാം തരുന്ന ഒരുവൻ നസ്രായനായ യേശുവ, അവൻ്റെ സന്നിധിയിൽ ഞാൻ മുട്ടുമടക്കുക. ഹല്ലേലൂയ. സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കുകയാ. ഹല്ലേലൂയ. സ്തോത്രം. എൻ്റെ കൂട്ടുകാരൻ്റെ മുമ്പിൽ ഞാൻ മുട്ടുമടക്കുകയല്ല. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. എനിക്ക് എന്നെ സഹായിച്ച സമ്പത്ത് തന്നവരുടെ മുമ്പിൽ ഞാൻ മുട്ടുമടക്കുകയല്ല. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ, എന്നെ പഠിപ്പിച്ച അധ്യാപകനെ ബഹുമാനിക്കണം, എല്ലാവരെയും ബഹുമാനിക്കണം. എന്നാൽ സ്തോത്രം, ഹല്ലേലൂയ, സകല അധികാരങ്ങൾക്കും ഹല്ലേലൂയ മേലായ അധികാരസ്ഥനായിരിക്കുന്ന ഒരുവനേ ഉള്ളൂ. അവൻ്റെ പേര് യേശു എന്ന അവൻ്റെ മുൻപിൽ നമ്മൾ മുട്ടുമടക്കാൻ. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ 16-ാമത്തെ വാക്യം പറയുക, സ്തോത്രം, അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾക്ക് അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ബലപ്പെടണം. ഹല്ലേലൂയ. ആരൊക്കെ ബലം പകർന്നാലും ആ ബലം ക്ഷയിക്കുന്ന ഒരു ദിവസമുണ്ട്. ആരൊക്കെ ബലം പകർന്നാലും ആ ബലം നഷ്ടപ്പെടുന്ന ചില സമയങ്ങളുണ്ട്. എന്നാൽ സ്തോത്രം, എൻ്റെ കർത്താവ് ബലം പകർന്നാൽ, പ്രിയ സഹോദരിമാരെ, ഒരിക്കലും ആ ബലം നശിച്ചു പോകത്തില്ല.
ഹല്ലേലൂയ, ഒരിക്കലും നഷ്ടപ്പെടത്തില്ല. മരണ യോർദാനിനപ്പുറവും സ്തോത്രം മാർവോട് ചേർക്കുന്ന ഒരു ബലം അവിടെ ഉണ്ട്. സ്തോത്രം ഹല്ലേലൂയ. ഈ ഭൂമിയിലെ എത്ര നല്ല ഭാര്യയാണെങ്കിലും സ്തോത്രം ഭർത്താവ് ഹല്ലേലൂയ സ്തോത്രം മടങ്ങി പോകുമ്പോൾ 2-3 ദിവസം ഹല്ലേലൂയ കുറച്ച് നാളൊക്കെ ഇങ്ങനെ ഇരിക്കും. അത് കഴിയുമ്പോൾ സ്തോത്രം അവൾക്ക് ജീവിച്ചേ പറ്റൂ. എത്ര സ്നേഹമുള്ള ഭാര്യയാണെങ്കിലും അവൾ പോയാൽ ഭർത്താവിനും ജീവിച്ചേ പറ്റൂ. ആരായിരുന്നാലും അങ്ങനെ തന്നെയാ. എന്നാൽ സ്തോത്രം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ ഞാൻ ആരാണെന്നുള്ള ബോധ്യത്തോടെയും ഞാൻ എങ്ങനെയാണ് ഈ ഭൂമിയിൽ നിൽക്കുന്നതെന്നും ഞാൻ എവിടേക്കാണ് പോകുന്നതെന്നുള്ള ബോധ്യത്തോടെയും ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും ഭാഗ്യമുള്ള തലമുറ നാമ. ഹല്ലേലൂയ സ്തോത്രം. ആത്മാവിൻ്റെ സ്തോത്രം ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ ബലപ്പെടണം. ഹല്ലേലൂയ. പഴി കേൾക്കുന്നുണ്ടോ, നിന്ദയുണ്ടോ, പരിഹാസമുണ്ടോ, ദൂഷ്യമുണ്ടോ, ഹല്ലേലൂയ ബലപ്പെടണം. സ്തോത്രം ഹല്ലേലൂയ. എൻ്റെ അന്ത്യം ഇതല്ല. ഹല്ലേലൂയ സ്തോത്രം. എൻ്റെ അവസാനം ഇതല്ല. സ്തോത്രം ഹല്ലേലൂയ. ഞാൻ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഇതല്ല. ഹല്ലേലൂയ. ഞാൻ ലക്ഷ്യം വെച്ചിരിക്കുന്നിടത്തേക്ക് ഞാൻ എത്തിച്ചേരുക തന്നെ ചെയ്യും. സ്തോത്രം. അങ്ങനെ വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ചു കർത്താവിനെ സ്തുതിച്ചാട്ടെ. അതിൻ്റെ 17-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ക്രിസ്തു വിശ്വാസത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കേണ്ടതിന് വരം നൽകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തു വിശ്വാസത്താൽ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണം. ഹല്ലേലൂയ. വിശ്വാസത്താൽ മാത്രമേ ക്രൈസ്തവ ജീവിതം മുമ്പോട്ട് പോകത്തുള്ളൂ. ഹല്ലേലൂയ. തോമസ് എപ്പോഴും പറയും കന്യക ഗർഭിണിയായെന്നും. ഹല്ലേലൂയ സ്തോത്രം. പുരുഷബന്ധമില്ലാതെ സ്തോത്രം കന്യക ഗർഭിണിയായെന്നും അവൾ ഒരു മകനെ പ്രസവിച്ചു എന്നും അവൻ മരിച്ചു എന്നും 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നും നിനക്ക് വിളിക്കാൻ പറ്റുമോ? നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ അത് വിശ്വസിച്ച കൂട്ടമാണല്ലോ. ഹല്ലേലൂയ. ഞാനും നിങ്ങളും അത് വിശ്വസിക്കുവാനുള്ള നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചതിനെ ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വിശ്വാസത്തിൽ മാത്രമേ ഹൃദയത്തിൽ വസിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. വരം ലഭിക്കേണ്ടത് അവനിൽ നിന്ന് തന്നെയാ. സ്തോത്രം. 18-ാം വാക്യം സിസ്റ്റർ ഇങ്ങനെയാണല്ലോ വായിച്ചത്: നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ട് വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കണം. ആരോടുകൂടെ ഗ്രഹിക്കണം? സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കണം. എങ്ങനെ ഗ്രഹിക്കണം? സകല വിശുദ്ധിയോടും കൂടെ ഗ്രഹിക്കണം. ഹല്ലേലൂയ. അതിനകത്ത് സ്തോത്രം സമയക്കുറവ് കൊണ്ട് ഞാൻ വേഗം പോവുകയാണ്. സ്തോത്രം ഹല്ലേലൂയ. വീതിയും നീളവും. ഹല്ലേലൂയ. വീതി കൂടുന്തോറും അതിൻ്റെ വ്യാസം വർദ്ധിക്കും. അതിനകത്ത് അളവ് കൂടും. ചെറിയ പാത്രത്തിൽ കുറച്ചേ കൊള്ളത്തുള്ളൂ, വലിയ പാത്രത്തിൽ കൂടുതൽ കൊള്ളും അല്ലേ? ഹല്ലേലൂയ. അതിൻ്റെ വീതി ഹല്ലേലൂയ അത് എത്രമാത്രം വീതിയുണ്ടെന്ന് ഹൃദയത്തിൽ കൊണ്ട് അതിനെ ഏറ്റെടുക്കാൻ, അതിനെ വിശ്വസിക്കാൻ നമുക്ക് കഴിയുന്നുവോ അത്ര അധികം പ്രാപിക്കുവാനും നമുക്ക് പറ്റും. ഹല്ലേലൂയ. 2 കിലോമീറ്റർ ദൂരമുള്ള ഒരു നദിയാണെങ്കിൽ അതിനുള്ളത് കൊള്ളും. അതിൻ്റെ നീളം പിന്നെയും കിലോമീറ്ററുകൾ കൂടിയാൽ അതിനകത്ത് വീണ്ടും അതിനകത്ത് വെള്ളം കൂടുതലാണ്. സ്തോത്രം. അതിൻ്റെ വീതി വർദ്ധിക്കട്ടെ, അതിൻ്റെ നീളം വർദ്ധിക്കട്ടെ. സ്തോത്രം. അതിൻ്റെ വീതി വർദ്ധിക്കട്ടെ സിസ്റ്ററെ. അതിൻ്റെ നീളം, ഞാൻ അനി സിസ്റ്ററോടാണ് സംസാരിക്കുന്നത്. വീതി വർദ്ധിക്കട്ടെ, നീളം വർദ്ധിക്കട്ടെ, പരമാവധി കൊള്ളട്ടെ, അമർത്തി കുലുക്കി കൊള്ളട്ടെ, അത് നിറയട്ടെ, അത് വെപ്പാൻ ഇടം പോരാത്തവണ്ണം നിറയട്ടെ, അതിനകത്ത് മറ്റൊരാളും കുലുങ്ങാത്ത പോലെ വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിറഞ്ഞ് കവിയട്ടെ, കവിയുന്നത് അനേകർ ഭക്ഷിക്കട്ടെ. ആ ദേശത്ത് സമൃദ്ധി ഉണ്ടാകട്ടെ. അവിടെ ദാഹമുള്ളവരാരും ഉണ്ടാകാതിരിക്കട്ടെ. അവിടെ വന്നാൽ കിട്ടുമെന്നുള്ളൊരു വിശ്വാസം ജനത്തിനുണ്ടാകട്ടെ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ഉയരവും ആഴവും. വീതി നമ്മൾ പറഞ്ഞു, നീളവും പറഞ്ഞു, ഉയരവും ആഴവും. ഉയരം കൂടും തോറും അതിൻ്റെ വ്യാപ്തി വർദ്ധിക്കും, അതിനകത്ത് കൂടുതൽ കൊള്ളും. ഹല്ലേലൂയ. ഒരു നിലയിലാണെങ്കിൽ 4 മുറിയുണ്ട്, അതിൻ്റെ മുകളിലോട്ട് ഒരു നിലയും കൂടെ വരും, വീണ്ടും 4 മുറിയും കൂടെ വരും. അതിൻ്റെ 3ാമത് ഒരു നിലയും കൂടെ വെച്ചാൽ അതിനകത്ത് വീണ്ടും വരും. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് ഇതിനെ വിശദമായി ഞാൻ പിന്നീട് ഒരിക്കൽ സംസാരിക്കും. സ്തോത്രം. ഉയരവും ആഴവും വർദ്ധിക്കട്ടെ, ഉയരം വർദ്ധിക്കട്ടെ, ആഴം വർദ്ധിക്കട്ടെ, ഉയരം വർദ്ധിക്കട്ടെ, ആഴം വർദ്ധിക്കട്ടെ, നീളം വർദ്ധിക്കട്ടെ, വീതി വർദ്ധിക്കട്ടെ, ഉയരം വർദ്ധിക്കട്ടെ, ആഴം വർദ്ധിക്കട്ടെ, ആഴം വർദ്ധിക്കട്ടെ, ആഴം വർദ്ധിക്കട്ടെ, ആഴം വർദ്ധിച്ചു വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്റെ 19-ാം വാക്യം ഒന്ന് വായിച്ചേ സിസ്റ്ററെ. 19. സകല വിശുദ്ധന്മാരോടും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതി നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും
പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാവുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. പരിജ്ഞാനത്തിൽ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാൻ പ്രാപ്തരാകുകയും, പ്രാപ്തി വേണം. നീളം വർദ്ധിക്കുമ്പോ, വീതി വർദ്ധിക്കുമ്പോ, ആഴം വർദ്ധിക്കുമ്പോ, ഉയരം വർദ്ധിക്കുമ്പോ അതൊന്നും മനസ്സിലാക്കാനുള്ള പ്രാപ്തിയും കൂടെ വർദ്ധിച്ചു വരട്ടെ. ഹല്ലേലൂയ. ഇഷ്ടം പോലെ സമ്പത്തുണ്ട്, ഇഷ്ടം പോലെ പൈസ കയ്യിലുണ്ട്, പണമുണ്ട്, കെട്ടുകണക്കിന് പണമുണ്ട്. അത് വിനിയോഗിക്കാൻ ഒരു പ്രാപ്തി വേണം. ആ പ്രാപ്തി പകരുന്ന പകൽക്കാലമായി മാറട്ടെ. ദൈവജനത്തിന് പ്രാപ്തി വർദ്ധിക്കുന്ന പകൽക്കാലമായി മാറട്ടെ. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ഹല്ലേലൂയ, അപ്രാപ്തനായവൻ, ക്രിസ്തുവിനെ കണ്ടവൻ, ക്രിസ്തുവിന്റെ ഹൃദയം തൊട്ടവൻ, അവൻ പറഞ്ഞു സ്തോത്രം, അവൻ പ്രാർത്ഥിച്ചു, വിശുദ്ധന്മാരോട് കൂടെ പ്രാർത്ഥിച്ചു. അവൻ പറയുക സ്തോത്രം, പ്രാപ്തി വർദ്ധിക്കട്ടെ, പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവോളവും നിറഞ്ഞു വരികയും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരിമാരെ, എവിടെയെങ്കിലും ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു പോർഷനിൽ ഒരു നിറവില്ലാത്ത അവസ്ഥയുണ്ടോ? സന്തോഷത്തിലായിക്കൊള്ളട്ടെ, സമാധാനത്തിലായിക്കൊള്ളട്ടെ, സമൃദ്ധിയിലായിക്കൊള്ളട്ടെ, ആരോഗ്യത്തിലായിക്കൊള്ളട്ടെ, കുടുംബജീവിതത്തിലായിക്കൊള്ളട്ടെ, ജീവിതത്തിന്റെ ഏത് മേഖലയിലായിക്കൊള്ളട്ടെ, നിനക്കൊരു നിറവില്ലെങ്കിൽ ഈ പകൽക്കാലം നിറവ് തരുന്ന ഒരുവൻ വന്നിട്ടുണ്ട്. അവന്റെ പേര് യേശു എന്ന. അവനോട് ധൈര്യമായി ചോദിക്കാം, നിനക്ക് എന്നാ തന്നെന്ന് ആരോടും വിളിച്ചു പറയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിലെ ഒരു മനുഷ്യൻ നിനക്ക് എന്നാലും ചെയ്താൽ വിളിച്ചു പറയും. ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം, ഇവിടെ എൻ്റെ അരിമനാഥൻ ഹല്ലേലൂയ, എനിക്കും നിങ്ങൾക്കും വേണ്ടി എന്തെല്ലാം തന്നാലും ഞാനത് അവൾക്ക് കൊടുത്തായിരുന്നെന്ന് വിളിച്ചു പറയത്തില്ല. കാരണം ഹല്ലേലൂയ, കൊടുക്കാവുന്നതിന്റെ പരമാവധി വില കൊടുത്തിട്ട് വാങ്ങിയതാ. ഹല്ലേലൂയ. കൊടുത്തതിൽ വലുത്, എനിക്ക് വേണ്ടി തന്നതിൽ വലുത് ഇനി എനിക്ക് തരാനില്ല. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ അത് വിളിച്ചു പറയത്തുമില്ല. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ജീവിതത്തിലേ നമ്മളൊരു ശുശ്രൂഷ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സൗര്യമാരാണല്ലോ, നല്ലൊരു കറി വെക്കാൻ ഇതുവരെ നമ്മൾ വെച്ചിട്ടില്ലാത്ത നല്ലൊരു കറി വെക്കുമ്പം അതൊന്ന് മറ്റൊരാൾ അറിഞ്ഞാൽ കുഴപ്പമുണ്ടോ? അതെൻ്റെ വീട്ടിൽ എൻ്റെ പിള്ളേർ മാത്രം കഴിച്ചാൽ മതിയോ? ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ മനസ്സിലാകുന്ന ഭാഷ അതായതുകൊണ്ടാണ്. ഹല്ലേലൂയ. സൗര്യമാരെ, നമുക്ക് ലഭ്യമായത്, എനിക്ക് ലഭ്യമായത് എല്ലാവർക്കും ലഭ്യമാകണം എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാവണം. ഹല്ലേലൂയ. എനിക്ക് ലഭിച്ചത് മറ്റുള്ളവർക്കും ലഭിക്കണം, എനിക്ക് ലഭിച്ചത് മറ്റുള്ളവർക്കും കൂടെ കൊടുക്കണം, എനിക്ക് ലഭിച്ച സന്തോഷം മറ്റുള്ളവർക്കും വേണം, എനിക്ക് ലഭിച്ച നന്മ മറ്റുള്ളവർക്കും വേണം. ഇതെപ്പോഴാണ് വരുന്നത്? നമ്മൾ ക്രിസ്തുവിൽ തികയുമ്പോൾ, ക്രിസ്തുവിൻ്റെ ഭാവം നമ്മളിൽ വരുമ്പോഴാണ് ഇതുണ്ടാകുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 19-ാം വാക്യം, നിങ്ങളുടെ പ്രാർത്ഥനയിലും യേശുക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ സഹായത്തിലും അതെനിക്ക് രക്ഷാകാരണമായി തീർന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. വീണ്ടും പ്രാർത്ഥിക്കുക. അപ്പോസ്തലൻ ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 19-ാം വാക്യം. ഹല്ലേലൂയ. വാക്യം ഇങ്ങനെയാ ജൂലിയറ്റ് സിസ്റ്ററെ, നിങ്ങളുടെ പ്രാർത്ഥനയിലും യേശുക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ സഹായത്തിലും അത് എനിക്ക് രക്ഷാകാരണമായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ രക്ഷാകാരണമായി തീരുമെന്ന്? ഹല്ലേലൂയ, സ്തോത്രം. അതേ സൗര്യമാരെ, ആ വിശ്വാസം നിങ്ങൾക്കുള്ളതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് ആർക്കും കടക്കാരനാകത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗരി വിശ്വസിക്കണം. ഹല്ലേലൂയ. എൻ്റെ പ്രാർത്ഥന എൻ്റെ കർത്താവ് കേൾക്കുന്നുണ്ട്. ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് വന്നപ്പം ഇന്ന് എന്നെ കർത്താവ് തൊടുവെന്ന് നിങ്ങൾ വിശ്വസിച്ചില്ലേ? ഹല്ലേലൂയ, സ്തോത്രം. അത് കർത്താവ് ചെയ്യുക തന്നെ ചെയ്യും. എൻ്റെ പ്രാർത്ഥനയുടെ ഉത്തരം മടങ്ങി വരും. ഹല്ലേലൂയ. എൻ്റെ പ്രാർത്ഥനയുടെ ഉത്തരവുമായിട്ട് ഞാൻ മടങ്ങി വരും എന്നുള്ളൊരു വിശ്വാസം വേണം. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥന തകർന്ന അസ്ഥികളെ ചേർത്ത് വയ്ക്കും. ഹല്ലേലൂയ. ആ ഒരു ഉറപ്പ് എനിക്ക് വേണം. എൻ്റെ പ്രാർത്ഥന ഉടഞ്ഞ കുടുംബ ബന്ധങ്ങളെ കരുപ്പിടിപ്പിക്കും. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. തകർന്നു പോയതിനെ ദൈവവചനത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, എൻ്റെ കർത്താവ് ചതഞ്ഞോടെ ഓടിച്ചു കളയത്തില്ല, പുകയുന്ന തിരിയെ കെടുത്തി കളയുകയും ഇല്ല എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. സ്തോത്രം. അങ്ങനെയെങ്കിൽ സ്തോത്രം, നിന്റെ തകർന്ന അവസ്ഥയിൽ നിന്നെ വിട്ടുകളയുന്നവനല്ല എൻ്റെ കർത്താവ്. ഹല്ലേലൂയ. അവൻ നിന്നെ പണിയും, ഏറ്റവും ബെസ്റ്റായി പണിയും. ലോകത്തിലെ പണിയല്ലത്. ഹല്ലേലൂയ. സ്വർഗത്തിൻ്റെ പണി ആയതുകൊണ്ട് ആ വിളക്ക് ചേർത്തത് പോലും കാണത്തില്ല. സ്വർണ്ണമൊക്കെ പൊട്ടിപ്പോയിട്ട് നമ്മൾ വിളക്ക് ചേർത്ത് സൂക്ഷിച്ചു നോക്കി
നോക്കിയാൽ വിളക്കുപാട് കാണാം അല്ലേ? എന്നാൽ സ്തോത്രം, എൻ്റെ കർത്താവ് വിളക്കി ചേർത്താൽ സ്തോത്രം ഒരു പാട് പോലും അവിടെ കാണത്തില്ലെന്നർത്ഥം. ഒരു പാട് പോലും അവിടെ കാണത്തില്ലെന്നേ. ഹല്ലേലൂയ. നിന്ദിച്ചവരൊക്കെ മറന്നു പോകും എന്തിനാ നിന്ദിച്ചെന്ന്. അതൊരു ദൂതാണ്. ഹല്ലേലൂയ. അതൊരു ദൂതാണ്. പലരും നിന്ദിച്ചായിരുന്നു. ഹല്ലേലൂയ. അവർ കാരണം മറന്നു പോകുമെന്ന്. ഷാലി സിസ്റ്ററെ, അവർ മറന്നു പോകും എന്തിനാ നിന്ദിച്ചെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അവർ നിന്ദിച്ചത് എന്തിനാന്ന് മറന്നു പോകുമെന്ന്. ഹല്ലേലൂയ. എവിടെയോ പണം കൊടുത്തിട്ട് ആ പണം തിരിച്ചു കൊടുക്കാൻ ചെന്ന് ആ പണം തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അവിടുന്ന് നിന്ദിക്കപ്പെട്ടവളായി ഇറങ്ങിപ്പോരുകയും ചെയ്തു. ആണോ? ഓക്കെ, ഹല്ലേലൂയ. എന്നാൽ കർത്താവ് ആത്മാവിലൊരു ദൂത് പറയുകയാ. എന്തിനാ നിന്ദിച്ചെന്ന് പോലും അവർ മറന്നുപോകും. എന്തിനാ നിന്ദിച്ചെന്ന് പോലും മറന്നുപോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഏറ്റെടുക്കേണ്ടവർക്ക് ഏറ്റെടുക്കാം. നീ നിന്ദിക്കപ്പെട്ടവളായി പടികൾ ഇറങ്ങി പോന്നെങ്കിൽ ഹല്ലേലൂയ, എന്തിനാ നിന്നെ നിന്ദിച്ചെന്ന് പോലും അവർ മറന്നുപോകും. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, മുറിപാട് പോലും കാണാത്ത രീതിയിൽ മുറവണുക്കുന്നവനാ യേശു കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദാമിൽ നിന്ന് സ്തോത്രം, ഹല്ലേലൂയ, ആദ്യത്തെ ഓപ്പറേഷൻ ചെയ്തതിന്റെ പാടവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ സ്തോത്രം, ഹല്ലേലൂയ, ആദാം പറയും ഉണ്ടെങ്കിൽ ഞാനത് കാണിക്കുമല്ലായിരുന്നു. എല്ലാ കാര്യങ്ങളും പറഞ്ഞില്ലേ, പിന്നെ ഇത് മാത്രം പറയാതിരിക്കുമോ? സ്തോത്രം, ഹല്ലേലൂയ. എൻ്റെ കർത്താവ് ചേർത്ത് നിർത്തും. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. എന്നെ തമ്പുരാൻ ശേഷിപ്പിച്ചിരുന്നത് ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഞാനൊരു കുറ്റിയാ. സ്തോത്രം, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ദൈവാത്മാവിനോട് പറഞ്ഞത് ഞാനൊരു കുറ്റിയാ. എന്നെ വെട്ടിക്കളഞ്ഞതാ സിസ്റ്ററെ, എന്നെ വെട്ടിക്കളഞ്ഞതാ സഹോദരിമാരെ. ഞാനൊരു കുറ്റിയാ. എന്നെ ആരും കാണത്തില്ലായിരുന്നു. എന്നിൽ ഇലകളില്ലായിരുന്നു, കായ്കളില്ലായിരുന്നു, പൂക്കളില്ലായിരുന്നു, കമ്പില്ലായിരുന്നു. എന്നാൽ സ്തോത്രം, ഹല്ലേലൂയ, പടുകുറ്റിയായിരുന്നു. എന്നാൽ സ്തോത്രം, വീഴേണ്ട വെള്ളം വീണപ്പോൾ, ഹല്ലേലൂയ, വീഴേണ്ട വളം വീണപ്പോൾ ഞാൻ എന്ന കുറ്റിയിൽ തളിർപ്പുണ്ടായി. ഞാൻ എന്ന കുറ്റിയിൽ തളിർപ്പുണ്ടായി. ഞാൻ തളിർക്കും, ഞാൻ പൂക്കും, ഞാൻ കായ്ക്കും. ദൂത് ചേർന്ന് വരികയാ. സ്തോത്രം, ഹല്ലേലൂയ. കായ്ച്ചു നിൽക്കുമ്പോൾ എന്തിനാ വെട്ടിയോര് മറന്നുപോകും. അവർ ഓർക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. പിങ്ക് ഡ്രസ് ഇട്ട മോളൊന്ന് എണീക്കാവോ? യെസ്, എന്നോടാ ദൂത്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കണേ. സ്തോത്രം, പ്രാർത്ഥനയോടെ. ഹല്ലേലൂയ. ഇങ്ങ് വാ മോളെ. സ്തോത്രം, ഹല്ലേലൂയ. നിന്നെ എന്തിനാ വെട്ടിക്കളഞ്ഞേന്ന് പോലും മറന്നുപോകും. സ്തോത്രം, ഹല്ലേലൂയ. നീ പ്രായത്തിനകത്ത് നീ അനുഭവിച്ചത് കുറച്ചൊന്നുമല്ല. ഹല്ലേലൂയ, സ്തോത്രം. നീ കുറച്ചൊന്നുമല്ല അനുഭവിച്ച് തീർത്തത്. ഹല്ലേലൂയ. സാമ്പത്തിക ക്രമക്കേടുകൾക്ക് വേണ്ടി പോലും നീ അറിയാത്ത കാര്യത്തിൽ നീ അപമാനിക്കപ്പെട്ടു. സ്വർണോ നിന്റെ കണ്ണുനീര് ഇന്ന് തീരും. നീ ചെയ്യാത്ത സാമ്പത്തിക ക്രമക്കേടിന് നീ അപമാനിതയായി നിന്നു. യെസ് ഓർ നോ? യെസ്. ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് പറയുക, കുറ്റിയിൽ നിന്ന് നീ തളിർക്കും. കുറ്റിയിൽ നിന്ന് നീ തളിർക്കും. നീ പൂക്കും, നീ കായ്ക്കും, നീ സുഗന്ധമുള്ളവളായി തീരും. നിന്നെ കൂടാതെ ഒന്നും നടക്കത്തില്ല. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെയാ ദൈവാത്മാവ് പറയുന്നത്. നിന്നെ കൂടാതെ ഒന്നും നടക്കത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ മൈക്ക് മാറ്റി എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ എന്തൂര ഇപ്പോൾ ഞാൻ ദൈവാത്മാവിൽ ഈ മോളോട് സംസാരിക്കുമ്പോൾ രൂപ സിസ്റ്ററെ, ഞാൻ എന്തെങ്കിലും ആയിട്ടല്ല. കർത്താവ് അവളെ സ്നേഹിക്കുന്നതുകൊണ്ടാ, അവളെ ഓർപ്പിക്കുന്നതുകൊണ്ടാ, കർത്താവ് അവളെ അങ്ങ് പ്രണയിക്കുന്നതുകൊണ്ടാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ ചുറ്റിപ്പറ്റി ആശ്രിത വലയമുണ്ടാകും. നീ കേട്ടിട്ടുള്ളത്
ഇനി ചോദിച്ചത് ശരിയാണോ? സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് നിന്നെ മാനിക്കും. കർത്താവ് നിന്നെ മാനിക്കും. മാനിക്കും. നീ തളിർക്കും, നീ പൂക്കും, നീ കായ്ക്കും, നിന്നിൽ സുഗന്ധമുണ്ടാകും, അത് അനേകർക്ക് അനുഗ്രഹമാകും. എന്തിനാ നിന്നെ വെട്ടിക്കളഞ്ഞെന്ന് മറന്നുപോകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് അത് ചെയ്യും. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് മുമ്പോട്ട് പോകാം. ഹല്ലേലൂയ. എനിക്ക് മോളെ അറിയില്ല. സ്തോത്രം. ഞാൻ ആദ്യമായിട്ട് സംസാരിക്കുക കുഞ്ഞിനോട്. ഹല്ലേലൂയ. സൗരിമാരെ, കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു. നമ്മളെ സ്നേഹിക്കുന്നു. ഇന്നത്തെ ദിവസം വീട്ടിലിരുന്ന് നമ്മൾ ഉറങ്ങിയിരുന്നെങ്കിൽ നമുക്ക് ഈ സാന്നിധ്യത്തിനകത്ത് ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇന്നത്തെ ദിവസം വേണമെങ്കിൽ നമുക്ക് ലോകപ്രകാരം എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. കുറച്ച് പേരെ ഫോൺ ചെയ്യാനുണ്ടായിരുന്നു, കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്നത് നാം കർത്താവിൻ്റെ കൂടെ ഇരിക്കാനാണ്. അപ്പം ഏറ്റവും ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നമുക്ക് അവസരം ഉണ്ടായേ. എത്രയോ പേർക്ക് അവസരം കിട്ടാതെ പോയി. അനുസിസ്റ്ററാണെങ്കിൽ ഇന്നലെ മുതൽ കരച്ചില്ല. ഇന്നലെ കൊട്ടാരക്കരയിൽ ബന്ധായിരുന്നു, വിദ്യാഭ്യാസ ബന്ധായിരുന്നു. അപ്പോൾ ഇന്നലെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ചെയ്തേ പറ്റൂ. ഇതുവരെ അനുസിസ്റ്റർ ഇതുപോലെ മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്ന്നു വീണ് സംസാരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതുപോലെ ചോദിച്ചാൽ അവർ ലീവ് കൊടുത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അതിനകത്ത് കർത്താവിന് എന്തോ ചെയ്യാനുണ്ട്. ആ വിദ്യാലയത്തിൽ അല്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കർത്താവിന് എന്തോ ചെയ്യാനുണ്ട്. കർത്താവ് ചെയ്യട്ടെ. ഹല്ലേലൂയ. നമുക്ക് മടങ്ങി വരാം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ ശേഷിപ്പിച്ചൊന്ന് പറഞ്ഞ് ഹല്ലേലൂയ. മാർവോട് കരം ചേർത്തിട്ട് പറഞ്ഞ് ഞാനൊരു ശേഷിപ്പാ. ഹല്ലേലൂയ. ഞാനൊരു ശേഷിപ്പാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ എവിടെ ഉറങ്ങിയെന്നോ, ഞാൻ എവിടെ വളർന്നു, ഞാൻ എവിടെ ജനിച്ചു എന്നോ ഒന്നുമല്ല കാര്യം. ഇന്ന് ഞാനൊരു ശേഷിപ്പാ. ഹല്ലേലൂയ. ആ മഗ്ദലനക്കാരി മറിയേ, ഹല്ലേലൂയ, സ്തോത്രം, അവളെ ഒരു ശേഷിപ്പാക്കാമെങ്കിൽ കല്ലറയിൽ ഉറങ്ങിയ ഭൂതഗ്രസ്തനെ ദെക്കേപ്പൊലിക്ക് വേണ്ടി കർത്താവിന് ശേഷിപ്പിക്കാമെങ്കിൽ ഹല്ലേലൂയ, എന്നെയും നിങ്ങളെയും എത്ര അധികമായി കർത്താവ് ഉപയോഗിക്കും. ഹല്ലേലൂയ. ആരും പറഞ്ഞ ഒന്നും നമ്മുടെ ഹൃദയത്തിൽ വേണ്ട. സ്തോത്രം. കർത്താവ് എന്താ എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അത് മതി. ഇന്ന് കൂടെ നിന്ന് പറയുന്നവർ നിർദാക്ഷിണ്യം നമ്മളെ വിട്ടിട്ട് പോകും. നിർദാക്ഷിണ്യം അവർ മറിച്ച് പലതും പറയും. നാളെ ഒരിക്കലും വാക്കു മാറാത്തവൻ എൻ്റെ കർത്താവ് മാത്രം. ആദിയിൽ അന്ത്യം കണ്ടവൻ എൻ്റെ കർത്താവ്, ആൽഫയും ഒമേഗയുമായവൻ എൻ്റെ കർത്താവ്. ഹല്ലേലൂയ. അവൻ എന്തു പറഞ്ഞോ അതാ ഞാൻ ചോദിക്കട്ടെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, മാർവോട് കരം ചേർത്തിട്ട് ആത്മാർത്ഥതയോടെ ഒന്ന് പറയാൻ പറ്റുമോ? എൻ്റെ കർത്താവ് എന്തു പറഞ്ഞോ അതാ ഞാൻ. ഇന്നു മുതൽ ഞാൻ അതാന്ന് പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. ഞാൻ അങ്ങനെ അല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. സ്തോത്രം. അല്പം കൂടെ ഞാൻ ഒന്ന് ചേർന്ന് നിൽക്കേണ്ടതുണ്ട് എങ്കിൽ ഹല്ലേലൂയ, അല്പം കൂടെ ഞാൻ ഇന്ന് ചേർന്ന് നിൽക്കുമെന്ന് പറയുവാൻ ഹല്ലേലൂയ ഈ അവസരത്തെ നിങ്ങൾ ഉപയോഗിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. തമ്പുരാൻ സ്തോത്രം നിന്നെ ശേഷിപ്പിച്ചത് ഹല്ലേലൂയ എന്തിനാണെന്നറിയാവോ? ഹല്ലേലൂയ. മരിച്ചാലോ എന്ന് വിചാരിച്ചപ്പോൾ ഹല്ലേലൂയ സ്തോത്രം കുഞ്ഞെ നീ ജീവിക്കണ്ടെന്ന് നീ വിചാരിച്ചപ്പോഴും നിന്നെ ജീവനോടെ നിർത്തിയത് എന്തിനാണെന്നറിയോ? ചില പരീക്ഷ പ്രമാണിമാരുടെ മുമ്പിൽ നിന്നെ ഉയർത്തി നിർത്തേണ്ടതിന്, ചില രാജാക്കന്മാരുടെ മുമ്പിൽ നിന്നെ ഇരുത്തേണ്ടതിന്, ചില തേരിനോട് കൂടെ നിനക്ക് ഓടാനുള്ളത് കൊണ്ട്, ചിലതിൻ്റെ സ്തോത്രം ഹല്ലേലൂയ താങ്ങി നിർത്താൻ നീ ഇല്ലെങ്കിൽ പറ്റത്തില്ലെന്ന് എൻ്റെ കർത്താവിന് അറിയാവുന്നത് കൊണ്ട് കർത്താവ് നിന്നെ നിർത്തിയതാ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അതിൽ പ്രിയ സഹോദരിമാരെ, നിങ്ങളുടെ മക്കളുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ആ ശേഷിപ്പിനകത്ത് നിങ്ങളുടെ മക്കളുണ്ട്, നിങ്ങളുടെ കൊച്ചുമക്കളുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. പിൻതലമുറ മാത്രമല്ല, വരുവാനിരിക്കുന്ന തലമുറയും അതിലുണ്ട്. ആമേൻ. ആമേൻ. അതാ നിന്റെ ഹൃദയദൃഷ്ടി. അങ്ങനെയാ പ്രകാശിക്കേണ്ട. സ്തോത്രം. ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്ന് ഞാൻ നിൽക്കുന്നു. ഇന്ന് എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. അവരിൽ തീരുന്ന ഒരു പദ്ധതിക്കല്ല എന്നെ കർത്താവ് വിളിച്ചത്. ഹല്ലേലൂയ. ആ പദ്ധതി മുൻപോട്ടുള്ള പദ്ധതിയാ. ഹല്ലേലൂയ. അത് രാജാക്കന്മാരുടെ ഉറക്കം കെടുത്താനുള്ളതാ. ഹല്ലേലൂയ. സ്തോത്രം. അത് മന്ത്രി മന്ദിരങ്ങളിൽ എൻ്റെ കാല് പതിയാൻ വേണ്ടിയുള്ളതാ. സ്തോത്രം. എൻ്റെ കർത്താവ് അത് ചെയ്യുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരുമായിരിക്കണം. നിങ്ങളുടെ പ്രയത്നം വ്യർത്ഥമല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. സമാധാനത്തിൻ്റെ ദൈവം നിന്നോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അനേക പിൻതലമുറക്കാരെ മാത്രമല്ല, മുൻതലമുറയെയും സ്തോത്രം ഹല്ലേലൂയ എൻ്റെ കർത്താവ് കണ്ടിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. 3 കുഞ്ഞുങ്ങളെ കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ അവരുടെ മുൻതലമുറയെയും കണ്ട് ഹല്ലേലൂയ അവരുടെ നന്മയും കണ്ടിട്ടേ പോകത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ലോകം മോശമെന്ന് പറഞ്ഞു കിട്ടിയാൽ നീ രക്ഷപ്പെട്ടു.
എൻ്റെ അഭിപ്രായം അതാ. ഹല്ലേലൂയ. ലോകം മോശമെന്ന് പറഞ്ഞു കാൽ നീ രക്ഷപ്പെട്ടു. എൻ്റെ ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. മോനെ കൺസീവ് ആയിരുന്ന സമയത്ത് എനിക്ക് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ആ പ്രഗ്നൻസി മുമ്പോട്ട് പോകത്തില്ല എന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞപ്പോൾ എന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി കർത്താവിൻ്റെ ദാസൻ തങ്കുറുവാൻ്റെ അടുത്ത് ബിനു ബ്രദർ കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഡോക്ടർ അങ്ങനെ പറഞ്ഞോ, അമ്മ രക്ഷപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് അവന് 21 വയസ്സ് കഴിഞ്ഞു. അവന് പഠിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. എൻ്റെയും നിങ്ങളുടെയും തലമുറയുടെ കണക്ക് പറയുന്നത് ലോകമല്ല. സ്തോത്രം, ഹല്ലേലൂയ. സഹോദരിമാരെ, എൻ്റെയും നിങ്ങളുടെയും തലമുറയുടെ നന്മ ഞാനും നിങ്ങളും വിളിച്ചു പറയുമെങ്കിൽ അത് അറ്റസ്റ്റ് ചെയ്യാൻ ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞ്, ഹല്ലേലൂയ സ്തോത്രം, മൃഗങ്ങളുടെ പേരിലല്ല അവരറിയപ്പെടേണ്ടത്. ഹല്ലേലൂയ സ്തോത്രം, മോശം വാക്കുകൾ കൊണ്ടല്ല അവരെ അഭിസംബോധന ചെയ്യേണ്ടത്. ഹല്ലേലൂയ സ്തോത്രം, നമ്മൾ മനുഷ്യരാ. എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സ്തോത്രം പറയണം, കർത്താവേ തെറ്റിപ്പോയി, ഹല്ലേലൂയ അനുഗ്രഹിക്ക്. അവൻ പ്രവാചകനാകട്ടെ, അവൻ അപ്പോസ്തലനാകട്ടെ, അവൻ കളക്ടറാകട്ടെ, അവൻ ഡോക്ടറാകട്ടെ, അവൻ നല്ല ഏറ്റവും ഏതു മേഖലയിലാണോ അവൻ നിൽക്കുന്നത് ആ മേഖലയിൽ ദ ബെസ്റ്റ്. അതാ എൻ്റെ നിങ്ങളുടെയും തലമുറ. പറയാൻ ധൈര്യം ഉണ്ടെങ്കിൽ പറഞ്ഞോണം. അത് പറയാൻ വേണ്ടി ഇന്നത്തെ ബാങ്ക് ബാലൻസ് വേണ്ട. അത് പറയാൻ വേണ്ടി ഉന്നത കുലജാതനാണോ എന്നും നോക്കണ്ട. സ്തോത്രം, ഒരു ഉന്നത കുലജാതന്റെ മകളാ ഞാൻ. അവന്റെ പേര് യേശു എന്നാ. ഹല്ലേലൂയ. ഞാൻ ഒരു ഉന്നത കുലജാതന്റെ മകളാ. അവന്റെ പേര് യേശു എന്നാ. അവനെല്ലാം ഒരു വാക്കുകൊണ്ട് സൃഷ്ടിച്ചു. അവൻ അകത്തു വരാനും പുറത്തു പോകാനും പറയാൻ ശേഷിയുള്ളവൻ, അഥവാ അധികാരമുള്ളവൻ. ആ അധികാരം എനിക്കുണ്ട്. എത്ര പേര് പറയും ഹല്ലേലൂയ? അത് ധൈര്യത്തോടെ ചങ്കുറപ്പോടെ നട്ടല് വളയ്ക്കാതെ പറഞ്ഞാൽ അതിന്റെ മേൽ സ്വർഗം അറ്റസ്റ്റ് ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. കൊലോസ്യർ ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യം. സമയം മുമ്പോട്ട് പോയി. അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്തോത്രം. കൊലോസ്യർ ലേഖനത്തിൽ വീണ്ടും പറയുക, സ്തോത്രം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? അതിന്റെ 10-ാം വാക്യം. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിനെ യോഗ്യമാവണ്ണം നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരേണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരേണമെന്നും സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്തിന് ഒത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത. ആമേൻ, ആമേൻ. മതി. സ്തോത്രം. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടക്കുന്നു. ഹല്ലേലൂയ. ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനത്തിലും. ഹല്ലേലൂയ. അപ്പോസ്തലൻ അതിനു വേണ്ടിയാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഞാൻ മണിമാളികയിൽ കിടക്കാൻ വേണ്ടിയല്ല. ഹല്ലേലൂയ. എല്ലാ ദിവസവും കല്യാണ സദ്യ കഴിക്കാൻ വേണ്ടിയുമല്ല. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ നടന്നു പോകുന്ന വഴിയിൽ എൻ്റെ കാല് ഒരിടത്തും തട്ടാതിരിക്കാനല്ല. അത് ദൂതന്മാരത് നോക്കിക്കോളും, കാല് കല്ലിനോട് തട്ടാതെ. പക്ഷേ അപ്പോസ്തലൻ പ്രാർത്ഥിച്ചത്, പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിച്ചത്, നിങ്ങളുടെ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം. അതിൻ്റെ അർത്ഥം പൂർണ്ണ പ്രസാദം എന്നോടും നിങ്ങളോടും ഒരുവന് തോന്നിയിട്ടേ കാര്യമുള്ളൂ, അത് കർത്താവിനാ. ഞാൻ വാക്യം നിങ്ങളുടെ ബൈബിളിലും അങ്ങനെയാ 10-ാം വാക്യം തുടങ്ങുന്നത് അല്ലേ? നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടക്കുന്നു. ഹല്ലേലൂയ. പൂർണ്ണ പ്രസാദം, പൂർണ്ണമായ ഒരു അനുഗ്രഹം നിങ്ങൾക്കോ നിങ്ങളുടെ ചുറ്റുപാടിനോ നിങ്ങളുടെ തലമുറയ്ക്കോ ആവശ്യമുണ്ട് എങ്കിൽ കർത്താവിന് യോഗ്യമാവണ്ണം നടക്കണം. അങ്ങനെ നടന്ന് ആ പ്രസാദത്തിൽ നടന്നത് പ്രാപിക്കാൻ വേണ്ടി അപ്പോസ്തലൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മനസ്സിലായോ? മനസ്സിലായവരെ ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ വളരെ സിമ്പിളായിട്ടാണ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനത്തിൽ. സ്തോത്രം. ഹല്ലേലൂയ. സൗരിമാരെ, ഭർത്താവിനെ സ്നേഹിക്കണം,
ഭർത്താവിന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം, ഭർത്താവിൻ്റെ ഇഷ്ടങ്ങളെല്ലാം നോക്കണം. എന്നാൽ അത് ഭൂമിയിൽ തീർന്നു പോകുന്നതാ. സ്വർഗത്തിലെ കർത്താവിൻ്റെ, നിന്റെ രക്ഷിതാവിൻ്റെ ഇഷ്ടങ്ങളും കൂടെ നോക്കി ഈ ഭൂമിയിലെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ കർത്താവ് നമ്മളെ സഹായിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിവേകത്തോടെ അത് കൈകാര്യം ചെയ്യണം. ഹല്ലേലൂയ. അതിനകത്തൊരു വിവേകം ആവശ്യമുണ്ട്. ഹല്ലേലൂയ. യോഗിമാവണ്ണം നടന്ന ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനത്തിനൊത്തവണ്ണം വളരണം. അതിനുവേണ്ടി അപ്പോസ്തലൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ വളരണമെങ്കിൽ എന്ത് വേണമെന്നറിയാമോ? ഹല്ലേലൂയ. എഫേസ്യ ലേഖനം 1:17 പറയുക, സ്തോത്രം. അതിൻ്റെ അവസാന ഭാഗം ഇങ്ങനെ പറയുക, നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിന് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിന് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കട്ടെ. നമ്മളുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിച്ചാലുണ്ടല്ലോ, ഹല്ലേലൂയ, ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവ് വരും. ഹല്ലേലൂയ. നിങ്ങളുടെ അടുത്ത് ഒരാൾ വരുമ്പം ഹല്ലേലൂയ ആത്മാവ് സംസാരിക്കുന്നത് കേൾക്കുവാൻ നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി ഒന്ന് പ്രകാശിക്കട്ടെ. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ പോലും ഇതിനകത്ത് കുറവുള്ളവരില്ല. ഹല്ലേലൂയ, കുറവുള്ളവരില്ല. കുറവുകളോട് കൂടെ സ്നേഹിക്കുന്ന ഒരു അപ്പന്റെ മക്കളാ ഞാനും നിങ്ങളും. അതുകൊണ്ട് സ്തോത്രം, ഒരു കുറ്റവും നിങ്ങളെ കുറിച്ച് പറയാനില്ല, ഒരു കുറവും നിങ്ങളെ കുറിച്ച് പറയാനില്ല. സ്തോത്രം. ഹൃദയ ദൃഷ്ടി ഒന്ന് പ്രകാശിപ്പാൻ ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ഹൃദയദൃഷ്ടി പ്രകാശിച്ചാൽ ഒരിക്കലും വേദന വരില്ല. ഹല്ലേലൂയ. കണ്ടിട്ട് കാണാത്ത പോലെ പോയാലേ വേദന വരില്ല. കാരണം ഹൃദയദൃഷ്ടി പ്രകാശിച്ചിരിക്കുകയാണേ. പോട്ടെ, ഇട്ടുകളാ. അത് പറയാൻ ഹൃദയദൃഷ്ടിക്കൊരു പ്രകാശം വേണം. ആ പ്രകാശം ഇല്ലെങ്കിലുണ്ടല്ലോ, എന്നിട്ടും എന്നെ കണ്ടിട്ട് മിണ്ടാതെ പോയി, എന്നിട്ടും ഞാൻ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചില്ല, എന്നിട്ടും ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് ചൂടായി. അത് ഹൃദയദൃഷ്ടി പ്രകാശിക്കാത്തതുകൊണ്ടാ. ഹല്ലേലൂയ. ഹൃദയദൃഷ്ടി പ്രകാശിച്ചാൽ വേദന വരില്ല. ഹൃദയദൃഷ്ടി പ്രകാശിച്ചാൽ സ്തോത്രം ആത്മമണ്ഡലം കാണാൻ പറ്റും. ഹല്ലേലൂയ. ഈ ലോകത്തെയും അന്ധകാരത്തെയും ഹല്ലേലൂയ സ്വർഗാത്മസേനകളെയും ദുഷ്ടാത്മസേനകളെയും വരുവാനുള്ളതിനെയും കഴിഞ്ഞുപോയതിനെയും എല്ലാം വെളിപ്പെടുത്തി തരണമെങ്കിൽ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ഹല്ലേലൂയ. ഈ ഹൃദയദൃഷ്ടി പ്രകാശിക്കാനേ വലിയ ഉന്നത കുലജാതനാകണ്ട. ഹൃദയദൃഷ്ടി പ്രകാശിക്കാനായിട്ട് സ്തോത്രം ഹല്ലേലൂയ നല്ല വസ്ത്രമൊന്നും ധരിച്ചു വരണ്ട, പുതിയ ഡ്രസ്സൊന്നും ധരിച്ചു വരണ്ട. ഹല്ലേലൂയ. ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. കർത്താവേ ഹല്ലേലൂയ, എന്നെ ഒന്ന് കാണണം, ഞാനിവിടെ ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ റെഡിയാ കർത്താവേ. ഹല്ലേലൂയ. ഒരു കുഞ്ഞിൻ്റെ മനസ്സോടെ ഹല്ലേലൂയ എന്തൊക്കെ പറഞ്ഞാലും വിട്ട് കളഞ്ഞേക്കണേ, പോട്ടെ, അതിനെ ഒന്ന് വിട്ട് കളയാനുള്ള ഒരു മനസ്സോടെ ദൈവസന്നിധിയിൽ നിന്നാൽ ഹല്ലേലൂയ എൻ്റെ കർത്താവ് മാനിക്കും. അങ്ങനെ ആത്മബന്ധമുള്ളവളുടെ ശുശ്രൂഷയ്ക്ക് തേജസ് വരും. ഹല്ലേലൂയ. ആത്മാവിന്റെ ദൃഷ്ടി ഒന്ന് പ്രകാശിച്ചാൽ നീ ചെയ്യുന്ന ശുശ്രൂഷയ്ക്ക് ഹല്ലേലൂയ സ്തോത്രം അതിനൊരു തേജസ് വരും, തേജസ് വരും. സ്തോത്രം. ഹല്ലേലൂയ. തേജസിന്റെ ശുശ്രൂഷ എന്റെയും നിങ്ങളുടെയും നാവിൽ നിന്ന് പുറപ്പെടും. അതിന് കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. സ്തോത്രം. തങ്കുറുവാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്ക് പേര് മറന്നുപോയി. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫുണ്ട്, അവർ രണ്ടുപേരും കൂടി കൈകോർത്ത് നടക്കും. ഹല്ലേലൂയ. വലിയ വചനമോ വലിയ വെളിപ്പാടുകളോ ഒന്നുമില്ല. അവർ രണ്ടുപേരുടെ സ്റ്റേജ് ഒന്ന് കൈകോർത്ത് നിൽക്കും. നിന്നിട്ട് കർത്താവേ സ്തോത്രം, സ്തോത്രം, സൗഖ്യമാവട്ടെ, സൗഖ്യമാവട്ടെ, സൗഖ്യമാവട്ടെ. അത് പറയുമ്പോൾ രോഗികൾ സൗഖ്യമാകും. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഓരോരുത്തരെയും കർത്താവ് ഉപയോഗിക്കും, ഓരോരുത്തരെയും കർത്താവ് മാനിക്കും. ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ കർത്താവ് തരും. നമ്മുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കട്ടെ. ഹല്ലേലൂയ. അങ്ങനെയുള്ളവർക്ക് താൻ ചെയ്യുന്ന അത് ആത്മീയ ശുശ്രൂഷയാണെന്ന ബോധ്യം വരും. ഹല്ലേലൂയ. പ്രവചിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുമ്പോൾ ഹൃദയത്തിൻ്റെ ദൃഷ്ടി പ്രകാശിച്ചിട്ട് ഹൃദയദൃഷ്ടി പ്രകാശിക്കുമ്പോൾ അത് സാധ്യമാകും. അത് ചെയ്യുമ്പോൾ അതിനൊരു തേജസ് ഉണ്ടെന്ന് മനസ്സിലാകും. അത് ചെയ്യുന്ന ആൾക്കും മനസ്സിലാകും. സ്തോത്രം. ഹല്ലേലൂയ. ആ ചെയ്യുന്നത് ഒരു ആത്മീയ ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. ഇതിനൊക്കെ കൂടി ഒറ്റ കാര്യം മതി, ഹൃദയദൃഷ്ടി പ്രകാശിക്കട്ടെ. ഹല്ലേലൂയ. ഈ പകൽക്കാലം സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഈ പകൽക്കാലം ഹൃദയദൃഷ്ടി പ്രകാശിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ആരെ ഏൽപ്പിച്ചു കൊടുത്താലും അവരുടെ മേൽ കർത്താവിൻ്റെ കരം വീഴും. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഈ ഹൃദയദൃഷ്ടി പ്രകാശിച്ച ഒരു മനുഷ്യനെ കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. സ്തോത്രം. ഹല്ലേലൂയ. യോഹന്നാൻ
ഹല്ലേലൂയ. യോഹന്നാൻ, നമ്മൾ യോഹന്നാനെ കുറിച്ച് എന്താ കേട്ടിട്ടുള്ളത്? ഏറ്റവും കൂടുതൽ നമ്മൾ യോഹന്നാനെ കുറിച്ച് കേട്ടിട്ടുള്ളത് എന്താ? കേട്ടില്ല. യോഹന്നാൻ സ്നേഹമുള്ളവനാണ്. യോഹന്നാൻ യേശുവിൻ്റെ മാർവോട് ചേർന്ന് കിടന്നു. പത്മോസിനകത്ത് യോഹന്നാൻ ഉണ്ടായിരുന്നു. വെളിപാട് കിട്ടി. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ യോഹന്നാൻ എഴുതിയപ്പോഴേ എവിടെയെങ്കിലും അവിടെ അസ്ഥി കൂമ്പാരായിരുന്നു, അവിടെ കഴുകം പറക്കുന്നുണ്ടായിരുന്നു, യോഹന്നാൻ പറഞ്ഞോ? യോഹന്നാൻ പറഞ്ഞോ? അനി സിസ്റ്ററെ പറഞ്ഞില്ല. അവിടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിരിക്കുകയായിരുന്നു. അവൻ ആ മാറത്ത് പൊൻകച്ച കെട്ടി വരുന്നവനെ കാത്തൊരു ഇരിപ്പങ്ങടി ഇരുന്നു. ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ? ഹല്ലേലൂയ. മറ്റു പലയിടത്തു നിന്ന് നമ്മൾ വായിച്ചറിഞ്ഞു അസ്ഥി കൂമ്പാരങ്ങളായിരുന്നു, അവിടെ പാമ്പുകൾ, വിഷസർപ്പങ്ങളായിരുന്നു. അത് കപ്പലിനകത്ത് അവിടെ നാട് കടത്തപ്പെട്ടവർ ചെല്ലുമ്പോൾ അവിടെ കപ്പലിൻ്റെ പുറകുഭാഗത്തിട്ടുകൊണ്ടാണ് ചെല്ലുന്നത്. ആ പുറകുഭാഗം തുറന്നിട്ട് അതങ്ങ് തള്ളും. കാലയിലും കയ്യിലും പിടിച്ചൊരൊറ്റ ഏറെറിയും. അവിടുത്തെ ചവിട്ടത്ത് പോലും ഇല്ല പത്മോസിൽ. അങ്ങനെയൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. എന്നാൽ അതിനകത്ത് കിടന്ന ഈ മനുഷ്യൻ പറഞ്ഞില്ല, എനിക്ക് കൂട്ടില്ലായിരുന്നെന്നും എനിക്ക് വെള്ളം കിട്ടിയില്ല എന്നും എനിക്ക് സംസാരിക്കാൻ ആളില്ലായിരുന്നെന്നും ഞാൻ യേശുവിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിന്നവനായിരുന്നെന്നും മറ്റവന്മാരൊക്കെ അവിടെ നിൽക്കുമ്പോൾ എന്നെ മാത്രം ഇവിടെ കൊണ്ട് ഇട്ടെന്നും ഒന്നും യോഹന്നാൻ പറഞ്ഞില്ല. അവനൊരു ഇരിപ്പ് അവിടെ ഇരുന്നു. ചരിത്രം പഠിപ്പിക്കുന്നത് യോഹന്നാൻ പ്രായമായി, 90 വയസ്സുണ്ട്. അപ്പോൾ തൊലിയൊക്കെ ചുക്കി ചുളുങ്ങി, കണ്ണ് മാത്രം അനങ്ങുന്നതുകൊണ്ട് ജീവനുണ്ട്. അത്രയും ശാരീരികമായി ക്ഷീണിതനായി താൻ. അപ്പോഴാ അവിടെ കർത്താവ് ഇങ്ങ് ഇറങ്ങി. എങ്ങനെ ഇറങ്ങി? ആരുടെ മുമ്പിലും നാളിതുവരെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ലാത്തതുപോലെ. ഞാനിത് പറയുമ്പോൾ ഇനി എനിക്ക് വയ്യ കർത്താവേ, എനിക്ക് സഹിക്കാവുന്നതിൻ്റെ പരമാവധി ഞാൻ സഹിച്ചു, ഇനി എനിക്ക് വയ്യ മുമ്പോട്ട് പോകാൻ. ഇനി ഞാൻ ഇങ്ങനത്തെ മീറ്റിങ്ങുകൾക്കും ഒന്നും കാര്യമായിട്ട് വരാൻ തീരുമാനിച്ചിട്ടില്ല. ഇത് ഞാനൊരു പരീക്ഷണാർത്ഥം ഒന്നുകൂടെ വന്നതാണ്. അങ്ങനെ പറഞ്ഞ് വന്ന ഈ ആഷ് കളറ് ചുരിദാറും ഷാളൂട്ട സൗകര്യം എഴുന്നേറ്റ് കർത്താവ് നമ്മളെ ദോഷങ്ങളാൽ പരീക്ഷിക്കത്തില്ല. മനസ്സിലാക്കുക, കർത്താവ് ദോഷങ്ങളാൽ നമ്മളെ പരീക്ഷിക്കില്ല, സഹിച്ചുകൂടാത്ത പരീക്ഷണങ്ങളാൽ പരീക്ഷിക്കില്ല. നിൻ്റെ സാധ്യതയ്ക്കപ്പുറത്ത്, നിൻ്റെ ബലത്തിൻ്റെ അപ്പുറത്ത് കർത്താവ് നിന്നെ കൊണ്ടുപോകത്തില്ല. കർത്താവ് നിന്നെ ഉപയോഗിക്കും. ഇത് നിൻ്റെ ഇച്ചിരി ബുദ്ധിമുട്ടിയിട്ടല്ലേ വന്നത്, വലിയ താല്പര്യമില്ലായിരുന്നു, പോയിട്ടെന്തേ കാര്യം? കർത്താവ് നിന്നെ മാനിക്കും. കർത്താവ് നിന്നെ മാനിക്കും. പറയാനാണെങ്കിൽ ഇഷ്ടംപോലെ പറയാനുണ്ട് നിനക്ക്. ഈ സഹിച്ചതിൻ്റെ അല്ലെങ്കിൽ ക്ഷമിച്ചതിൻ്റെ ആകെ തുക എന്ന് പറയുന്നത് നീ കാണും ഈ ദിവസങ്ങളിൽ. ഞാൻ സംസാരിക്കും, ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ് സംസാരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ഹൃദയദൃഷ്ടി പ്രകാശിക്കട്ടെ. എല്ലാവരുടെയും ഹൃദയദൃഷ്ടി പ്രകാശിച്ച് എന്തിനാണ് എന്നെ വിളിച്ചതെന്നുള്ള ബോധ്യത്തോടെ, എൻ്റെ നന്മ എന്താണെന്നുള്ള ബോധ്യത്തോടെ, എൻ്റെ യാത്ര എങ്ങോട്ടാണെന്നുള്ള ബോധ്യത്തോടെ ഈ ഭൂമിയിൽ ജീവിപ്പാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. അപ്പോൾ തന്നെ യോഹന്നാനെ കുറിച്ച് ഞാൻ സംസാരിക്കുമായിരുന്നു. യോഹന്നാനെ കുറിച്ച് സംസാരിച്ചത് താൻ അനുഭവിച്ചതൊന്നും താൻ ആരോടും വിളിച്ചു പറഞ്ഞില്ല. അതിനകത്ത് നിൽക്കുമ്പോഴും തനിക്ക് അതാ സൗകര്യമുള്ള ദൂത്. ഹല്ലേലൂയ. താൻ ആരാണെന്നൊന്നും താൻ ആരോടും വിളിച്ചു പറയാൻ നിന്നില്ല, മറിച്ച് വരുവാനുള്ളത് എന്താണെന്നുള്ള ഒരു ബോധ്യം ഉണ്ടായിരുന്നു. കാരണം തൊലി ചുക്കി ചുളിഞ്ഞ കണ്ണിൻ്റെ അനക്കം മാത്രം ശേഷിച്ച് എന്നെ ഇവിടെ ഇട്ട് കളയാനും മാത്രം ക്രൂരനായ ഒരുവനല്ല എൻ്റെ അപ്പൻ എന്ന ബോധ്യം യോഹന്നാനുണ്ടായിരുന്നു. ആ ബോധ്യം നിങ്ങൾക്കുണ്ടോ? ആ ബോധ്യം ഉണ്ടെങ്കിൽ നമ്മൾ പിറുപിറുക്കത്തില്ല. വിളിച്ചത് ആരാന്ന് എനിക്ക് ബോധ്യമുണ്ട്. അത്ര ക്രൂരനായുള്ള ഒരു അപ്പനല്ല എൻ്റെ. ആ ബോധ്യത്തിൽ നിൽക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഒറ്റ വാക്യം കൂടി നമുക്ക് വായിക്കാം. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 9-ാം വാക്യം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല.
ഹല്ലേലൂയ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. 1 കൊരിന്ത്യർ 2:9. 1 കൊരിന്ത്യർ 2:9. എനിക്ക് ദൈവം ആത്മാവിനാൽ വെളിപ്പെടുത്തി ഒന്ന് വായിച്ചേ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ദൈവം എനിക്ക് വെളിപ്പെടുത്തി തരുവാൻ ദൈവം ആഗ്രഹിക്കുന്ന കാര്യം, ഹല്ലേലൂയ, അതൊരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയതല്ല. ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് ദൈവം ആത്മാവിനാൽ വെളിപ്പെടുത്തി തരും. നിനക്ക് ദൈവത്തിൻ്റെ കരുതൽ, താങ്ങ്, ആവശ്യം എന്നിവ ആവശ്യമാണെന്ന് കർത്താവിന് ബോധ്യം വരുമ്പം കർത്താവ് എവിടെ നിന്നാണെങ്കിലും ആരെ കൊണ്ടുവന്നിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും നിന്റെ മുമ്പിൽ പറന്നിറങ്ങുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അവിടെ സാഹചര്യം പ്രശ്നമല്ല. ഹല്ലേലൂയ. കാരാഗ്രഹത്തിൽ നിന്ന്, സ്തോത്രം, വാതിൽ തുറന്നിട്ടൊന്നുമല്ല ഹല്ലേലൂയ അപ്പോസ്തലൻ പുറത്തു വന്നത്. ഹല്ലേലൂയ. ആ സാഹചര്യത്തിന്റെ തികവിൽ എന്താവശ്യമുണ്ടോ അത് അപ്പോൾ ചെയ്യുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ ആത്മാവ് ഹല്ലേലൂയ നമ്മുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, സ്തോത്രം, യേശു ഇങ്ങനെ 1 കൊരിന്ത്യർ 2:9 കൂടെ. 1 കൊരിന്ത്യർ 2:9. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ആമേൻ, ആമേൻ. മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നുന്നത് വിളിച്ചു പറയാനല്ല, അത് കേൾക്കാനല്ല എൻ്റെ നിങ്ങളുടെയും ചെവി. ഹല്ലേലൂയ. മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ട് വിളിച്ചു പറയുമല്ലോ പലതും, അത് കേൾക്കാനുള്ളതല്ല നിങ്ങളുടെയും എൻ്റെയും ചെവി. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല. ഹല്ലേലൂയ, സ്തോത്രം. എന്ന് പറഞ്ഞാൽ നിർജീവ അവസ്ഥയിൽ നിൽക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്കും വിശ്വസിക്കാൻ പറ്റാത്തത്, കണ്ണിനൊന്നും കണ്ടിട്ടില്ല, നമ്മളൊന്നും കേട്ടിട്ടുമില്ല, സ്തോത്രം, ഹല്ലേലൂയ, കേട്ടാൽ എനിക്ക് തന്നെ വിശ്വസിക്കാൻ വയ്യ. അത് ആത്മാവ് പറയുന്നത് കേൾക്കാനാ, സ്തോത്രം, ഹല്ലേലൂയ. മനുഷ്യൻ തന്നെ സ്നേഹിക്കുന്നവർക്ക്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല. ഈ മനുഷ്യന് കണ്ടാലല്ലേ പറയാൻ പറ്റത്തുള്ളൂ. എന്നാൽ കാണാത്തത് വിളിച്ചു പറയുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതൊരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല. കേട്ടതല്ലേ മനുഷ്യന് പറയാൻ പറ്റത്തുള്ളൂ. അത് കേൾക്കാത്ത, ഒരു ചെവിക്കും കേൾക്കാൻ വിട്ടുകൊടുക്കാത്ത ചിലത് നിന്റെ ചെവിയിൽ തരുവാൻ ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഒരു ഹൃദയത്തിലും തോന്നിയിട്ടില്ല. എൻ്റെ ഹൃദയത്തിൽ തോന്നിയത് എനിക്ക് വിളിച്ചു പറയാം. എന്നാൽ മറ്റാരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തത്, ഹല്ലേലൂയ, മറ്റാരും ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്തത് എനിക്കും നിനക്കും വേണ്ടി ഒരുക്കി വെച്ച് കാത്തിരിക്കുന്ന ഒരു അരിമനാഥന്റെ മക്കളാ ഞാനും നിങ്ങളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിളി ചെറുതല്ല, സ്തോത്രം. ഒന്നും കേട്ട് ഇതിനെയും ഇല്ലാതാക്കി കളയാതെ, ഹല്ലേലൂയ, ദൈവവചനത്തിനനുസരിച്ച് സ്വന്തം ജീവിതത്തെ ക്രമീകരിച്ച് മുൻപോട്ട് പോകുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. മനുഷ്യരിലുള്ളത് അവനിലെ ദൈവാത്മാവ് അറിയുന്നില്ല. സ്തോത്രം. സിസ്റ്റർ, ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. 1 കൊരിന്ത്യർ 2:11. മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആരറിയും? ഔവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. ആമേൻ, ആമേൻ. മതി. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 2:11 വായിച്ചത്. നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുക. മനുഷ്യനിൽ ഉള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആരറിയും? ഔവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. ഹല്ലേലൂയ. മനുഷ്യരിൽ ഒന്ന് പറഞ്ഞേ, മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നി വിളിച്ചു പറയുന്നത് കേൾക്കാനായിട്ട് ഞാൻ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല. സ്തോത്രം. എന്നെ വിളിച്ചത് കർത്താവാണെങ്കിൽ അവന്റെ ആത്മാവ് പറയുന്നത് ഞാൻ കേൾക്കുന്നുള്ളൂ. അവന്റെ ആത്മാവിനനുസരിച്ച് ഞാൻ എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് എനിക്ക് ഇല്ലായ്മയുണ്ടാകാം, വല്ലായ്മയുണ്ടാകാം. അതിനായിട്ട് ഞാൻ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല. കാരണം, സ്തോത്രം, സർവസമ്പന്നനായ ഒരപ്പന്റെ മകളാ ഞാൻ. എനിക്കുള്ളത് സ്വർഗം കരുതിയിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളൊരു സാധാരണ മനുഷ്യൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒരു സാധാരണ മനുഷ്യൻ. മനുഷ്യനെ മൂന്നാക്കിയിട്ട ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. പ്രാകൃത മനുഷ്യൻ, ജഡീക മനുഷ്യൻ, സ്തോത്രം, ആത്മീയൻ. ഒന്ന് പറഞ്ഞേ, മനുഷ്യനെ മൂന്നായിട്ടാ തിരിച്ചിരിക്കുന്നത്. പ്രാകൃത മനുഷ്യൻ, ജഡീക മനുഷ്യൻ, ആത്മീയ മനുഷ്യൻ.
ഹല്ലേലൂയ. ആരാ പ്രാകൃത മനുഷ്യൻ? രക്ഷിക്കപ്പെടാത്തവനാ പ്രാകൃത മനുഷ്യൻ. ഹല്ലേലൂയ. ആരാ ജഡിക മനുഷ്യൻ? രക്ഷിക്കപ്പെട്ടിട്ടും ആത്മീയ വർധനവില്ലെങ്കിൽ, ആത്മീയ വളർച്ചയില്ലെങ്കിൽ അവൻ ജഡിക മനുഷ്യനാ. അവന് പേടിയാ. ആരേലും എന്നേലും പറഞ്ഞ അതിൻ്റെ എല്ലാം പിന്നാലെ പോകും. അവരങ്ങനെ പറഞ്ഞായിരുന്നല്ലോ, അതിൽ വല്ല ശരിയുണ്ടോ? ഇവരിത് പറഞ്ഞായിരുന്നല്ലോ, ഇതിനകത്ത് വല്ല ശരിയുമുണ്ടോ? അവരതിൻ്റെയും ഇതിൻ്റെയും പുറകെ ഓടിപ്പോകും. അതെന്തുകൊണ്ടാ? ആത്മീയ വളർച്ചയില്ലാത്തത് കൊണ്ടാ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരിമാരെ, ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നിങ്ങളോട് പറയട്ടെ, ഹല്ലേലൂയ, നമുക്ക് ആത്മീയ വർധന പ്രാപിക്കാം. അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാ, അതുകൊണ്ടാണല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്നവരാ, അതുകൊണ്ടാണല്ലോ ഒരു അവധി ദിവസം കിട്ടിയപ്പോഴും ഓടി വന്നത്, അല്ലേ? ഹല്ലേലൂയ. ഇതിനൊരു മാന്യത കർത്താവ് തരാതിരിക്കില്ല സഹോദരിമാരെ. ഹല്ലേലൂയ. ഞാനൊരു സ്ത്രീയാ. ഹല്ലേലൂയ. ഒരു ദിവസം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ട് വേണം തന്നെ നിൽക്കുന്ന ഒരു സ്ത്രീയും കൂടാണെങ്കിൽ. എൻ്റെ ജീവിതത്തിൽ ഞങ്ങളുടെ വീട്ടിൽ എന്നെ ശുശ്രൂഷയ്ക്ക് സഹായിക്കുന്നത് എൻ്റെ അമ്മയാണ്. സ്തോത്രം. പെൺകുഞ്ഞുങ്ങളുണ്ട്. അവരുടെ കാര്യമൊക്കെ അമ്മയെ ഏൽപ്പിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇറങ്ങി വരാൻ പറ്റുന്നത്. അത് അങ്ങനെ ഏൽപ്പിച്ചിട്ട് പോലും വരാൻ പറ്റാത്ത എൻ്റെ സഹോദരിമാർ ഇന്ന് ഇവിടെ വന്നിരിക്കുമ്പം കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ട്, മനസ്സിന് പെടയലുണ്ട്. അതിനൊക്കെ ഒരു പ്രതിഫലം എൻ്റെ കർത്താവ് നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ മടങ്ങി വരികയാണ്. ജഡിക മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ച് മൺമറഞ്ഞു പോകാനല്ല എന്നെയും നിങ്ങളെയും വിളിച്ചത്. പൗലോസ് അപ്പോസ്തലൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞതുപോലെ ആത്മാവിൻ്റെ കണ്ണു തുറന്ന് ജഡത്തിനുള്ളവരായിട്ടല്ലാതെ ആത്മാവിനുള്ളവരായി ജീവിച്ച് മാത്മീയ വളർച്ച പ്രാപിച്ച് ഹൃദയദൃഷ്ടി പ്രകാശിച്ച് ആത്മാവിൻ്റെ ശുശ്രൂഷ ചെയ്ത് ആത്മാവിൽ ജീവിച്ച് മാന്യതയോടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ മാന്യതയോടെ വേണം നമുക്ക് മടങ്ങാൻ. ഹല്ലേലൂയ. അതിൻ്റെ വിത്താണ് നമ്മൾ ഇടേണ്ടത്. ആ വിത്തുകളാണ് നമുക്ക് മുളപ്പിക്കേണ്ടത്. ആ വിത്ത് വീഴാൻ പാടൂ. ദുഷ്ടൻ കള വിതയ്ക്കാൻ വന്നാൽ അത് മനസ്സിലാകണം. ഞാൻ മുൻപ് നിങ്ങളോട് പറഞ്ഞു, അല്പം മുമ്പ് ഞാനതാ പറഞ്ഞത്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ദുഷ്ടൻ വിതയ്ക്കുന്ന കള വിതയ്ക്കാൻ വേണ്ടി വിട്ടുകൊടുക്കാനുള്ളതല്ല. അതിൻ്റെ വിളനിലമല്ല എൻ്റെ നിങ്ങളുടെയും ഹൃദയം. ഉപായത്തിൽ ഞാൻ സ്ത്രീയാ, ശരിയാ, സ്തോത്രം. ഉപായത്തിൽ ഇനി എന്നെ പറ്റിക്കാൻ നോക്കണ്ട. അത് പറയാനുള്ള ഒരു തൻ്റെ ഇടം വേണം. ഹല്ലേലൂയ, സ്തോത്രം. പ്രാകൃത മനുഷ്യൻ, ഒരിക്കൽ കൂടെ പറയാം, പ്രാകൃത മനുഷ്യൻ എന്ന് വെച്ചാൽ രക്ഷിക്കപ്പെടാത്തവൻ. ജഡിക മനുഷ്യൻ എന്ന് വെച്ചാൽ രക്ഷിക്കപ്പെട്ടിട്ടും ആത്മീയ വളർച്ച ഇല്ലാത്തവൻ. മൂന്നാമതൊരു കൂട്ടമുണ്ട്, ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു. കള വിതയ്ക്കാൻ വരുമ്പം ഇത് കളയാണെന്ന് തിരിച്ചറിയാൻ ആത്മാവിനെ വിവേചിക്കുവാനുള്ള ഒരു ശേഷി എൻ്റെ സഹോദരിമാർക്ക് ഈ പൽക്കാലം വർദ്ധിച്ചു വരട്ടെ. ഹല്ലേലൂയ. അതുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. അത് വർദ്ധിച്ചു വരട്ടെ. ഹല്ലേലൂയ. നമുക്ക് വിവേചിക്കാൻ കഴിയണം, എല്ലാറ്റിനെയും വിവേചിക്കാൻ കഴിയണം. ആ നിലവാരത്തിലേക്ക് നാം ഉയരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 1:7 പറയുക, ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. അവൻ വരുമ്പോൾ, മധ്യാകാശത്തിൽ എൻ്റെ കർത്താവ് വരുമ്പോൾ, വാനമേഘങ്ങളിൽ എൻ്റെ കർത്താവ് വരുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, പൂർണ്ണതയുള്ളവരായി, സ്തോത്രം, ശുദ്ധിയുള്ളവരായി, ശുദ്ധീകരണം പ്രാപിച്ചവരായി, കള വിതയ്ക്കുവാൻ സാത്താന് ഹൃദയം കൊടുക്കാത്ത അവന്റെ മണവാട്ടിയായി, പരിശുദ്ധാത്മാവിനാൽ ഒരുക്കപ്പെട്ടവളായി ഏൽപ്പിച്ചു കൊടുത്ത ഈ ഭൂമിയിൽ നിൽപ്പാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. വലിയൊരു യാത്രയിലാണ് നമ്മുടെ യാത്ര വലുതാ. സ്തോത്രം. അക്കരെ നാട്ടിലേക്കുള്ള പ്രാണപ്രിയനെ കാണുവാനുള്ള യാത്രയിലാണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവസഭയോട് ചേർന്ന് നിന്ന അന്ന് നമ്മുടെ യാത്ര തുടങ്ങിയതാ. ഹല്ലേലൂയ. ആ യാത്രയിലാണ് നമ്മള്. ഹല്ലേലൂയ. വഴിയിൽ കാണുന്ന പലരുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വഴിയിൽ കാണുന്ന പലരുണ്ട്. പലരെയും നമ്മൾ രക്ഷിക്കും, പലരെയും നമ്മൾ ആ വഴിയിലോട്ട് കയറ്റി വിടും, അതിനകത്ത് നടക്കാൻ നമുക്ക് സഹായിക്കാം. അത് ശരി തന്നെ. എന്നാൽ എൻ്റെ യാത്രയെ ആരെങ്കിലും ഹനിക്കാൻ ശ്രമിച്ചാൽ, എൻ്റെ ഹല്ലേലൂയ, ആ യാത്രയെ തടസ്സപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിച്ചാൽ മാറി നിൽക്കുക. അത് പറയാൻ പ്രാഗൽഭ്യം എൻ്റെ സഹോദരിമാർക്കുണ്ടാകണം. അതുള്ളതിനെ ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. മാന്യത കർത്താവ് നമുക്ക് തന്നോളും. ആരുടെയും പുറകെ നടന്ന് ഒരു മാന്യതയ്ക്കും പോകണ്ട. മനുഷ്യൻ ഉയർത്തിയാൽ അത് താഴെയിടും. ഇന്ന് ഏറ്റവും കൂടുതൽ നിങ്ങളോട് ഫോണിൽ സംസാരിക്കുന്ന ആളായിരിക്കും ഏറ്റവും കൂടുതൽ നാളെ നിങ്ങളെ ദുഷിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിട്ടുകൊടുക്കരുത്. കർത്താവിൽ നിന്ന് നമ്മൾക്ക് കേൾക്കാം. ഹല്ലേലൂയ. നമ്മുടെ യാത്ര
മുന്നോട്ട്, നമ്മുടെ യാത്ര മുന്നോട്ട്. സ്വർഗ മണവാളന്റെ മാർവിൽ ചാരാനാ നമ്മൾ പോകുന്നത്. ഹല്ലേലൂയ. എന്നെ മണവാട്ടിയായി അംഗീകരിച്ച ഒരു മണവാളൻ എനിക്കുണ്ട്. ഒന്ന് പറഞ്ഞേ, എന്നെ മണവാട്ടിയായി അംഗീകരിച്ച ഒരു മണവാളൻ എനിക്കുണ്ട്. അവൻ പരമയോഗ്യനാ. അവനേക്കാൾ നല്ലവനെ മറ്റൊരുവനെ ഇനി കണ്ടെത്താനില്ല. ഹല്ലേലൂയ.